सबसे अजीब तर है, सबसे करीब तर है, सबसे अजीब तर है। खुर्शीद में न आए पर जर्रे में समाए, खाए पिए न सोए, बोले हंसे न रोए, खाए पिए न सोए, बोले हंसे न रोए। बेआंग सबको देखे, बेकान सबकी सुन ले। मुमकिन नहीं किसी से तारीफ उसकी लिखे, मुमकिन नहीं किसी से तारीफ उसकी लिखे। तौसीफ उस खुदा की क्या लिखे मुस्तखा की। मज़कूर जलवे दात छोटा सा मुँह बड़ी बात, मज़कूर जलवे दात छोटा सा मुँह बड़ी बात, मज़कूर जलवे दात छोटा सा मुँह बड़ी बात। हम्दे जनाब बारी रखो ज़बान पे जारी। सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम, सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम। अल्लाहुम्मा सल्लि अला मुहम्मद या रब्बी सल्लि अलैहि वसल्लम। വേദിയുടെ അധ്യക്ഷ പദം അലങ്കരിച്ച ആദരണീയരായ മാണിയൂർ അബ്ദുറഹ്മാൻ ഉസ്താദ് അവറുകളെ, ഈ വേദിയുടെ ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച കണ്ണൂർ ജില്ലയിലും കേരള സംസ്ഥാനത്തെയും ഒക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുന്നണി പോരാളികളിലെ ഉമറാക്കളിൽ പ്രധാനിയും പിതൃതുല്യം ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന ആദരണീയരായ അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ് അവറുകളെ, ഈ വേദിയിൽ സീഡി പ്രകാശനം ചെയ്ത് നമ്മുടെ സദസ്സിനെ ധന്യരാക്കിയ ഡോക്ടർ ഹുസൈൻ തങ്ങൾ അവറുകളെ, അത് ഏറ്റുവാങ്ങി നമ്മളോട് സഹകരിച്ച എല്ലാ പരിപാടിയിലും ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യാറുള്ള സമസ്തയുടെ അതിന്റെ കീഴ്ഘടകങ്ങളുടെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യവുമായ ആദരണീയരായ അബ്ദുൽ അസീസ് ഹാജി അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ കൂത്തുപറമ്പ് മേഖലയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുകയും ചെയ്യുന്ന ആദരണീയരായ എന്റെ പ്രിയപ്പെട്ട അലി ഹാജി അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ആദരണീയരായ കടവത്തൂർ ഇസ്മായിൽ സാഹിബ് അവറുകളെ, ആദരണീയരായ ഷൗക്കത്ത് അലി ഉസ്താദ് അവറുകളെ, ദുആ ചെയ്ത് നമ്മുടെ ഈ സദസ്സിനെ ധന്യരാക്കിയ ആദരണീയരായ സുബൈർ ബാഖവി ഉസ്താദ് അവറുകളെ, ഈ വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ ആദരണീയരായ നുഷാദ് സാഹിബ്, വേദിയിൽ ഉപവിട്ടരായ മറ്റ് സമുന്നതരായ നേതാക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹോന്നതരായ നേതാക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ അകമ്പൊരുളറിയുക എന്ന മഹിതമായ ലക്ഷ്യത്തോടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എല്ലാ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രതികൂലമായ കാലാവസ്ഥയിലും അതൊന്നും വകവെക്കാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ വചനത്തെക്കുറിച്ചറിയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ പ്രത്യേകതകളും മഹാത്മ്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഈ വേദിയിൽ എത്തിച്ചേർന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തെ സ്നേഹിക്കുന്ന, അതിനെ നെഞ്ചിലേറ്റുന്ന, ഹൃദയത്തിൽ കുത്തിവെച്ച മുഅ്മിനീങ്ങളായ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉപ്പ
ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ധന്യമായ സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി അല്ലാഹു മാറ്റിത്തരുകയും ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒട്ടേറെ ആളുകളുണ്ട്. റഹ്മുർ-റഹീമീനായ റബ്ബ് പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ മഹത്വം കൊണ്ട് ആരെല്ലാം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ സർവ്വ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. ഇത് മിനിഞ്ഞാന്ന് അബൂദാബിയിൽ നിന്ന് നമ്മുടെ പരിപാടി ഓൺലൈൻ വഴി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഷാഹിദ് എന്ന് പറയുന്ന സഹോദരൻ കൊടുത്തയച്ചതാണ്. അദ്ദേഹം ചില കാര്യത്തിനായി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മഹല്ലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. 10,000 ഉറുപ്പിക തന്റെ കുടുംബത്തിന്റെയോ തന്റെ കച്ചവടത്തിന്റെയോ ബിസിനസിന്റെയോ കാര്യത്തിന് വേണ്ടിയല്ല ആ സഹോദരൻ തന്നയച്ചത്. അദ്ദേഹം തന്നയച്ചത് അദ്ദേഹത്തിന്റെ മഹല്ലുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകാനും മഹല്ലത്തിന്റെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിനും ദുആ ചെയ്യുവാനാണ്. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ വചനത്തിൽ അടിത്തറ ഭാഗപ്പെട്ട മഹല്ലുകളുടെ പ്രവർത്തനങ്ങളെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹല്ല് നേതാക്കൾക്ക് നീ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഥിവാരപ്പെട്ട മഹല്ലുകളെ അതിൽ നിന്നൊരു ഇഞ്ച് പോലും വ്യതിചലിക്കാതെ ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹുവേ, രാജാതിരാജനായ അല്ലാഹുവേ, ഒരു ഗവൺമെന്റിന്റെ സഹായവുമില്ലാതെ പള്ളി മദ്രസകളെ ബാഹ്യമായ ഒരു ശക്തിയുടെയും സഹായമില്ലാതെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഭംഗിയായി നിലനിർത്തിക്കൊണ്ടുപോവുകയും രാപ്പകൽ വ്യത്യാസമില്ലാതെ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മഹല്ല് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകളുടെയും പ്രവർത്തനം അവരുടെ മരണസമയം ആ വചനം ഉച്ചരിക്കാൻ കാരണമാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഈ എഴുത്തയച്ച സഹോദരന്റെ മഹല്ലുമായി ബന്ധപ്പെട്ട എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സദസ്സിലേക്ക് എത്തിയ ഈ സദഖയുടെ മഹത്വം കൊണ്ട് ആ വിഷയങ്ങളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കുകയും സമാധാനപരമായ പോക്കിനുള്ള അവസരം നീ ആ മഹല്ലത്തിൽ നിലനിർത്തുകയും ചെയ്യണമേ അല്ലാഹ്. നിന്റെ പള്ളിയോടും ദീനിനോടും താൽപര്യമുള്ള അല്ലാഹുവേ, നിന്നെ സ്നേഹിക്കുന്നവരുടെ കയ്യിൽ മഹല്ല് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നീ എത്തിക്കുകയും ചെയ്യണമേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒട്ടേറെ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തയച്ച ഉമ്മമാരുണ്ട്. ഇന്നലെ വായിച്ചതുപോലെ ബാക്കിയുള്ള ലിസ്റ്റുകളൊക്കെ ഒന്ന് കണ്ണോടിച്ച് വായിച്ചു. ഇന്ന് ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയായതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സദസ്സ് സമാപിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ സദസ്സ് അവസാനിക്കുന്നത്. രാജാതിരാജനായ അല്ലാഹു ജനിക്കുമ്പോൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ വചനം കേൾക്കുന്ന സാഹചര്യത്തിൽ ജനിച്ചു വീഴാൻ തൗഫീഖ് നൽകിയ റബ്ബ് അല്ലാഹു നമുക്ക് ഓശാരമായി തന്നതാണത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന 99% ആളുകളും മുസ്ലിങ്ങളായിരിക്കും. അമുസ്ലിങ്ങളായ സഹോദരങ്ങളാരോ ഉണ്ടോ എന്നെനിക്കറിയില്ല. ഇന്നലെ ഞാൻ കണ്ടുമുട്ടി 1-2 പേരെന്നോട് പറഞ്ഞു ചില മുസ്ലിങ്ങളായ സഹോദരങ്ങളും സഹോദരിമാരുമൊക്കെ ഇത് കേൾക്കാൻ വരുന്നുണ്ട് എന്ന്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അവരോട് എന്നെ കേൾക്കാനല്ല, ഈ പറയുന്ന വചനങ്ങളൊന്നും എന്റെ ഒരക്ഷരം പോലും ഇതിലില്ല തന്നെ. എല്ലാം മനുഷ്യരുടെ സത്താവായ അണ്ടകടാഹത്തിന്റെ ഉടമസ്ഥനായ സർവാധിപനായ അല്ലാഹുവിന്റെ വചനങ്ങളാണ്, അവന്റെ ഹബീബിന്റെ വചനങ്ങളാണ്. എല്ലാവർക്കും ഉൾക്കൊള്ളാനാണ്. ഇവിടെ പറയുന്നത് കേവലം ഒരു മുസ്ലിമിന് മാത്രം അറിയേണ്ട കാര്യങ്ങളല്ല. മനുഷ്യരാശിക്ക് മുഴുവൻ വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം എന്ന പോലെ ഇവിടെ പറയുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്നും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 98% ആളുകൾ മുസ്ലിങ്ങളായിരിക്കും ഈ സദസ്സിലുള്ളവർ. എന്റെ പ്രിയമുള്ളവരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിക്കപ്പെടുന്ന സാഹചര്യത്തിലും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലും ഗ്രഹാന്തരീക്ഷത്തിലേക്കും ജനിച്ചു വീഴാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകിയത് അവൻ ചെയ്ത ഓശാരമാണ്, ഔദാര്യമാണ്. ആ ഔദാര്യത്തെ എങ്ങനെ ഞാൻ എന്റെ വാക്കുകൊണ്ട് നിങ്ങൾക്ക് പ്രകടിപ്പിച്ചു തരും എന്നെനിക്കറിയുന്നില്ല, മനസ്സിലാക്കി തരും എന്ന് മനസ്സിലാവുന്നില്ല. ജഗന്നിയന്താവായ റബ്ബിന്
ഭൂമിയിലേക്ക് ജനിച്ചു വീണപാടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറെ ഭാരമുള്ള ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ഏത് വചനത്തിന് മുകളിലാണോ ആ വചനം ശ്രവിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ജനിച്ചു വീഴാൻ നമ്മെ അനുഗ്രഹിച്ച പ്രപഞ്ചനാഥനായ അല്ലാഹുവേ, റബ്ബേ നിനക്ക് സ്തുതി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞാൻ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്, ഇസ്ലാമാണ് നല്ലതെന്നവർ പറയാറുണ്ട്, ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഒരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തേ നിങ്ങൾ മുസ്ലിമാവാത്തത് എന്ന് ചോദിച്ചാൽ അവർ പറയാറുള്ളത്, ജനിച്ചേതായാലും ഈ മതത്തിലല്ലേ, അച്ഛനും അമ്മയും അങ്ങനെയല്ലേ, ഇനി അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇസ്ലാമാണ് സത്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്ന എത്രയോ ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, അങ്ങനൊരു സാഹചര്യത്തിലായിരുന്നു ജഗനിയന്താവായ റബ്ബ് നമ്മെ ജനിപ്പിച്ചതെങ്കിലോ. അതുകൊണ്ട് അല്ലാഹുവിനെ അകമഴിഞ്ഞ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ വചനം ഉച്ചരിച്ചുകൊണ്ട് കണ്ണടയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ സൗഭാഗ്യമുണ്ടായ ഒരു മഹാനെ ഓർമ്മപ്പെടുത്തിയാണ് ആദരണീയരായ കല്ലായി സാഹിബ് തന്റെ ഉദ്ഘാടന ഭാഷണം നിർവഹിച്ചത്. അല്ലാഹുവേ, ആ മഹാനുഭാവന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചം ലഭിച്ച മഹാനുഭന്മാരെ, അവർ വരച്ചു കാണിച്ച അതേ പാതയിൽ ജീവിച്ചു പോകാനും അവർക്ക് നീ നൽകിയ പോലെയുള്ള സൗഭാഗ്യം ജീവിതത്തിലൂടെ അങ്ങനെ കരകതമാക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. എന്റെ സഹോദരങ്ങൾ, ഈ വിഷയം ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് പഠിച്ചിട്ട് ഈ വിഷയത്തോടുള്ള താല്പര്യം എനിക്ക് തീർന്നില്ല. പരിശുദ്ധ ഖുർആനിൽ ഇത് സംബന്ധമായുള്ള ആയത്തുകൾ ഞാൻ പരിധി നോക്കാൻ ശ്രമിച്ചപ്പോൾ ധാരാളം ആയത്തുകളാണ് ഈ വിഷയമായി എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഞാൻ ഇരുന്നാൽ പഠിച്ചു തീർക്കാൻ പറ്റാവുന്നതല്ല ഈ വിഷയം. എന്തുകൊണ്ട്? ലോകത്ത് കടന്നു വന്ന 1,24,000-ഓളം പ്രവാചകന്മാരും ജീവിതാന്ത്യം വരെ തങ്ങളുടെ ജനതയോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ വിഷയം പഠിച്ചപ്പോൾ തോന്നി, ഞാൻ പഠിച്ചത് എവിടെയും എത്തിയിട്ടില്ല. ഞാൻ ചില ആയത്തുകളും ഹദീസുകളും മാത്രമേ ഇന്നോതി അർത്ഥം വെക്കുന്നുള്ളൂ. ഗഹനമായ ഈ വിഷയം ഒന്നുകൂടെ പഠിക്കണമെന്നാണ് പഠിക്കാനിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ന സത്യവും എന്റെ സഹോദരങ്ങളുടെ മനോമുഖരത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തെക്കുറിച്ച് ധാരാളം ആയത്തുകൾ, അതിൽ ഒരായത്ത് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഗൗരവം എത്രമാത്രമാണ് എന്ന് ഈ ആയത്ത് നമ്മളോട് വിളിച്ചു പറഞ്ഞു തരുന്നുണ്ട്. ഷഹിദല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. ഷഹിദല്ലാഹു, അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്, അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നവൻ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. വൽ മലായിക, മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, നീതിയോടുകൂടെ ലോകത്തോട് സംസാരിച്ച വിജ്ഞാന പടുക്കളും ലോകത്തോട് അല്ലാഹുവാണ് ഏകൻ എന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിൽ അവരും സാക്ഷികളാണ്. ലാ ഇലാഹ ഇല്ലാഹുൽ അസീസുൽ ഹകീം. ഷഹിദല്ലാഹു, അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ.
ഈ വചനത്തിൽ സാക്ഷിയായ ഒന്നാമൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാഹു. സാധാരണ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ തന്നെ സാക്ഷി എന്ന് പറയാറില്ല. കാര്യത്തിന്റെ ഗൗരവം അത്രമേൽ പ്രസക്തമാകുമ്പോഴാണ്, അത്രമേൽ ഗൗരവമേറിയ കാര്യമാകുമ്പോഴാണ് ഞാൻ തന്നെ സാക്ഷി, പിന്നെ മറ്റുള്ളവരും സാക്ഷി എന്ന് പറയാറുള്ളത്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒന്നാമത്തെ വചനത്തിന് സാക്ഷിയായി ഒന്നാമനായി അല്ലാഹു എടുത്തു പറഞ്ഞത് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലാഹു ശഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന് മുകളിൽ അല്ലാഹു സാക്ഷിയായിരിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു സാക്ഷിയായതിന് ശേഷം രാജാതിരാജനായ അല്ലാഹു ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളെയും അതിനുമേൽ സാക്ഷിയാകുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു അതിനുമേൽ എല്ലാ വസ്തുക്കളെയും സാക്ഷിയാക്കിയിരിക്കുകയാണ്. മഹാന്മാർ ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ അതിനടുത്ത് അർത്ഥം കൊടുത്തിരിക്കുന്നത് അന്നഹു തആല, അല്ലാഹു തആല ഖലഖൽ അശ്യാ, അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ എണ്ണി തീർക്കാൻ കഴിയാത്ത അത്രയും ഇനം സൃഷ്ടിജാലങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചു. എന്നിട്ടോ വജഅലഹാ, ആ സൃഷ്ടികളെ മുഴുവൻ അല്ലാഹു ആക്കി ദലായില അലാ തൗഹീദി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന് മേൽ അല്ലാഹു തന്റെ സർവമാന സൃഷ്ടികളെയും അല്ലാഹു സാക്ഷികളാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള സർവമാന സൃഷ്ടിജാലങ്ങളും ഓരോ സെക്കൻഡിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള എല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ശ്രദ്ധിക്കൂ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, കല്ലുകൾ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അതേപോലെ ഓരോന്നും അതിൻ്റെതായ രീതിയിൽ പടച്ച റബ്ബിന് തസ്ബീഹും തഹ്മീദും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർവ സസ്യലതാദികളും തസ്ബീഹ് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും ആ കൂട്ടത്തിലുണ്ട്. നമ്മൾ പറയട്ടെ, പറഞ്ഞു വരുന്നുണ്ട്, നമ്മൾ അണ്ഡകടാഹത്തിലുള്ള സർവമാന വസ്തുക്കളും വിളിച്ചു പറയുന്ന വചനമാണ്, സാക്ഷിയായ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വചനമെന്ന് വിശുദ്ധ ഖുർആൻ ഷഹീദല്ലാഹു, അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ഈ വചനത്തിന് ആദ്യമായി സാക്ഷിയായ ആൾ. രണ്ടാമത് അല്ലാഹു തന്റെ ഈ വചനത്തിന് മേൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും സാക്ഷി നിർത്തിയിരിക്കുകയാണ്. അവയെല്ലാം എല്ലാ സമയത്തും വിളിച്ചു പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ, ഇത് പറയാനായി ലോകത്ത് കടന്നു വന്ന 1,24,000 വരുന്ന പ്രവാചകന്മാർ, അവരിൽ അവസാനത്തെ ആൾ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് ഭുജാതരായി 40 കൊല്ലം ബിംബങ്ങളുടെ മുമ്പിൽ തലകുടിക്കുന്ന ജനങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചു. 40 കൊല്ലം കഴിഞ്ഞു അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു നബുവത്ത് കൊടുക്കുകയാണ്. ഹിറായിൽ വെച്ച് അല്ലാഹു നബുവത്ത് കൊടുത്തല്ലോ, പ്രവാചകനായി റസൂലുള്ളാഹിനെ തെരഞ്ഞെടുത്തല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ്? ഇരുളടഞ്ഞ ലോകത്തെ അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അകന്നുപോയ ജനതയെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കൊണ്ടുവരാൻ. അതിനാണല്ലോ റസൂലുള്ളാഹി നിയോഗിതനായത്. ഈ ഹബീബ് മക്കക്കാർക്കിടയിലേക്ക് വന്ന് പറയാൻ അല്ലാഹു ആ ഹബീബിനെ ഏൽപ്പിച്ച കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല ഈ പ്രവാചകൻ അവരിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞത്. പിന്നെയോ, നേരെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ലാത്തയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരോട്, മനാത്തയെ നമിക്കുന്നവരോട്, ഉസ്സയെ ദൈവമായി കണ്ടവരോട് സത്യത്തിൽ ഈ പ്രവാചകൻ വന്ന് ആദ്യമായി പറയേണ്ടതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ആരാധനക്കർഹനായുള്ള ദൈവമുള്ളൂ, അവനിലേക്ക് കടന്നു വരണേ എന്നായിരുന്നു ഈ പ്രവാചകൻ പറയേണ്ടത്. അത് പറയാനായിരുന്നു ഈ പ്രവാചകനോട് അല്ലാഹു കൽപ്പിക്കേണ്ടത്. പക്ഷേ പുണ്യ നബി ആദ്യം ഓതി കേൾപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇല്ലല്ലയല്ല. പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങിയ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല. ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം സംസ്ഥാപിക്കുവാൻ വേണ്ടി കടന്നു വന്ന അല്ലാഹു ഇറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ. അതിനായി കടന്നു വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ നബി ലോകത്തോട് ആദ്യം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ വിശ്വസിക്കണേ എന്നല്ല. പിന്നെയോ ആദ്യം ഇറങ്ങിയ വചനം എന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഞാൻ ഇതൊന്ന് പറഞ്ഞ് നമ്മുടെ അതിഥിയായി, നമ്മുടെ മുഖ്യ അതിഥിയായി നമ്മുടെ വേദിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എളിയ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്ക് വേണ്ടി ഞാൻ മാറിക്കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കും. ആദ്യം ഇറങ്ങിയ വചനം സൃഷ്ടാവായ അല്ലാഹുവിന്റെ നാമത്തിൽ നീ വായിക്കണേ, സൃഷ്ടാവായ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ വായിക്കണേ. ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്ത് വായിക്കണം? സാധാരണ വായിക്കണോ എന്ന് പറയാറുണ്ട്. എന്ത് വായിക്കണം? ഒന്നുകിൽ പത്രം വായിക്ക്, അല്ലെങ്കിൽ പുസ്തകം വായിക്ക്, അല്ലെങ്കിൽ നീ അത് വായിക്ക്, കത്ത് വായിക്ക്, അല്ലെങ്കിൽ നീ വാട്സപ്പിൽ വന്ന മെസ്സേജ് ഒന്ന് ഉറക്കെ വായിക്ക്, ഇതൊക്കെ പറയാറുണ്ട്. വായിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് വായിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇവിടെ കർമ്മമേ പറഞ്ഞുള്ളൂ. വായിക്കണമെന്ന കർമ്മമേ ഇവിടെ, വായിക്കുക എന്ന കർമ്മമേ മാത്രമേ ഇവിടെ എടുത്തു പറഞ്ഞുള്ളൂ. എന്താണ് വായിക്കേണ്ടത് എന്ന് ഈ ആയത്തിൽ പറഞ്ഞില്ല. നീ ഖുർആൻ മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ നീ വായിച്ചു നോക്ക്. ആ പ്രപഞ്ചത്തിൽ ഓരോ സൃഷ്ടിയും നിന്നോട് വിളിച്ചു പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പ്രപഞ്ചത്തിൽ ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഈ പ്രപഞ്ചത്തിലെ ഓരോ ചെറു അണുവിൽ പോലും അടങ്ങിയിരിക്കുകയാണ്. അതൊക്കെ നിന്നോട് വിളിച്ചു പറയുന്നുണ്ട്. എന്റെ പഠനം നീ തുടങ്ങേണ്ടത് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തെ കുറിച്ച് റബ്ബിനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ്, അലഖിനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് നീ തുടങ്ങേണ്ടത്. മോറീസ് ബുഖാരി എന്ന് പറയുന്ന ലോകവിശ്രുതനായ ചിന്തകൻ വിശുദ്ധ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നത് ഈ അലഖിനെ കുറിച്ച് പഠിച്ചുകൊണ്ടായിരുന്നു. എന്താണ് അലഖ്? അറബി പദത്തിലെ അലഖ അലഖ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഒട്ടിപ്പിടിച്ചതിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച റബ്ബിനെയാണ് നീ തിരിച്ചറിയേണ്ടത്. ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന്. എന്താണ് ഈ ഒട്ടിപ്പിടിക്കുന്നത്? ശാസ്ത്രലോകം പറഞ്ഞില്ലേ, പിതാവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക്, പിതാവിന്റെ ശരീരത്തിൽ നിന്ന് മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് കടക്കുന്ന, അണ്ഡാശയത്തിലേക്ക് കടക്കുന്ന ഈ പിതാവിന്റെ ഇന്ദ്രിയത്തുള്ളി, പിതാവിന്റെ ഇന്ദ്രിയത്തിലുള്ള ബീജം, ഈ ബീജം മാതാവിന്റെ ശരീരത്തിലേക്ക്, ഗർഭപാത്രത്തിലേക്ക് കടക്കുകയാണ്. കടന്നാൽ ഗർഭപാത്രത്തിന്റെ സ്വഭാവം ഏതൊരു വസ്തു അകത്തേക്ക് കടന്നാലും തള്ളിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഗർഭപാത്രത്തിന്റെ സ്വഭാവം. അതാ ഗർഭപാത്രത്തിന്റെ സ്വഭാവം. ഈ സ്വഭാവമുള്ള ഗർഭപാത്രത്തിൽ ഏതു വസ്തു കടന്നപ്പോഴും നിന്റെ പിതാവിന്റെ, നിന്റെ അച്ഛന്റെ, നിന്റെ ഫാദറിന്റെ ഇന്ദ്രിയത്തുള്ളിയും മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് കടന്നപ്പോൾ അത് പുറന്തള്ളി. പക്ഷേ നിന്നെ സൃഷ്ടിക്കാൻ നിന്റെ റബ്ബ് ഉദ്ദേശിച്ച ലക്ഷക്കണക്കായ ബീജങ്ങളിൽ നിന്ന് ഒരു ബീജത്തെ മാത്രം മാതാവിന്റെ ഗർഭപാത്രം ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിന്നു. അത് പുറന്തള്ളാൻ ശ്രമിച്ചപ്പോഴും അത് പുറത്തു പോകാൻ കൂട്ടാക്കിയില്ല. നിനക്ക് ആ സമയത്ത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നീ ഒന്നുമല്ലാത്ത ഘട്ടത്തിൽ നിനക്കള്ളിപ്പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിവ് തന്നതാരാ? മാതാവിന്റെ ഗർഭപാത്രം നിന്നെ തള്ളി പുറത്തു കളയാൻ ശ്രമിച്ചപ്പോഴും നിനക്കവിടെ അള്ളിപ്പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിവ് തന്ന റബ്ബാരാ? ആ റബ്ബിൽ നിന്ന് നീ തുടങ്ങണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, പ്രപഞ്ചനാഥനായ അല്ലാഹു അല്ലാതെ വേറൊരാളും ആരാധനക്കർഹനില്ല എന്ന്. മാത്രമല്ല, പിന്നെയോ അന്ധകടാഹത്തിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും അതിന്റെ മേൽ സാക്ഷിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് നമ്മുടെ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ ഈ വിശുദ്ധമായ വചനത്തിന് ഒന്നാമത് സാക്ഷിയായത് പ്രപഞ്ചനാഥനായ അല്ലാഹു.
അതിനുശേഷം അല്ലാഹു പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഈ വചനത്തിന്മേൽ സാക്ഷിയാക്കി എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിലും ഗഹനമായി പഠനം നടത്തിയാൽ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശത്തിലേക്ക് എത്തിച്ചേരും. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും സദാസമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ടോ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിൽ അല്ലാഹു സാക്ഷിയായി, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു സാക്ഷിയാക്കി. വൽ മലായിക, അല്ലാഹുവിന്റെ സത്യജാലങ്ങളിൽ പ്രധാനികളായ അല്ലാഹുവിന്റെ ആജ്ഞകൾ അക്ഷരം പ്രതി ശിരസ വഹിക്കുന്ന മലക്കുകളെയും അല്ലാഹു സാക്ഷികളാക്കി. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ വചനത്തെ സാക്ഷികളായപ്പോൾ അവർ ചെയ്തതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രപഞ്ചം തന്നെ ഉൾക്കൊണ്ടപ്പോൾ ആരാണോ ആരാധനക്കർഹനായ റബ്ബ്, ആ റബ്ബിന് സമർപ്പിക്കപ്പെടേണ്ട ആരാധനാ കർമ്മങ്ങളിലെ ഏറ്റവും പ്രധാനമായ ഭാഗതയും അവർ ഏറ്റെടുത്തു. അഖറബുമായ യകൂനുൽ ഇലാ റബ്ബിഹി വഹുവ സാജിദ്. ഒരു സൃഷ്ടി, ഒരടിമ അല്ലാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രംഗം അയാൾ സാഷ്ടാംഗം ചെയ്യുന്ന സമയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന് സാക്ഷിയായ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നു എന്ന് സുജൂദ് ചെയ്യുന്നത് നബി അങ്ങ് കാണുന്നില്ലയോ? വശംസു, നിർജീവമായി നമ്മൾ മനസ്സിലാക്കിയ സൂര്യനും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ഖമറു, ചന്ദ്രനും സുജൂദ് ചെയ്യുന്നുണ്ട്. വൻ നുജൂമു, നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ജിബാലു, പർവ്വതങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉൾക്കൊള്ളുകയും അതിന് സാക്ഷിയാവുകയും ചെയ്തപ്പോൾ ആ പർവ്വതങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. വശജറു, നിങ്ങൾ കാണുന്ന സർവസസ്യലതാദികളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. വദ്ദവാബു, സർവ മൃഗങ്ങളും റബ്ബിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. വകതീറും മിനന്നാസ്, ജനങ്ങളിൽ ഒരുപാട് ആളുകളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. എന്തേ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ വചനത്തിന് അവർ സാക്ഷികളായി. അവരത് മനസ്സിലാക്കിയപ്പോൾ, അവർ സാക്ഷികളായപ്പോൾ ആ വചനത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ അവർ സാഷ്ടാംഗത്തിൽ വീഴുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. അല്ലാഹുവിന് വേണ്ടി വന്നജ്മു, നജ്മ് എന്നതിന് മഹാന്മാരായ ആലിമിൽ കൊടുത്ത വ്യാഖ്യാനം, നജ്മ് എന്ന് പറഞ്ഞാൽ മംബസത അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്ത് പടർന്നു പിടിക്കുന്ന, കാണ്ഡത്തിൽ നിൽക്കാത്ത, തണ്ടുകളിൽ നിൽക്കാത്ത, തടിയില്ലാത്ത വൃക്ഷലതാദികളാണ്, പുല്ലും ചെടികളുമാണ് നജ്മ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ശ്രദ്ധിക്കൂ എന്റെ പ്രിയമുള്ളവരെ, നാം ഇരിക്കുന്ന ഈ വേദിയിലുള്ള പുൽച്ചെടികൾ പോലും അല്ലാഹുവിന് വേണ്ടി വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, കാണ്ഡമുള്ള ചെടികളും തടിയുള്ള ചെടികളും തടിയില്ലാത്ത ചെടികളും ഈ വചനത്തിന് സാക്ഷികളായപ്പോൾ അവർ അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനാണ്, ശ്രദ്ധിക്കണേ. അങ്ങനെ അല്ലാഹു പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിൽ അല്ലാഹു സാക്ഷിയാക്കി. വൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളും സാക്ഷികളായി. അല്ലാഹുവിന്റെ മലക്കുകൾ സാക്ഷികളായി. ആ വചനത്തിന് സാക്ഷികളായതോടുകൂടെ അവരെല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തു. പിന്നെയോ വിജ്ഞാന സമ്പന്നരായ ആളുകളും അവർ നീതിയുക്തമായി ലോകത്തോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാണ് വിജ്ഞാന സമ്പന്നർ?
വിജ്ഞാന സമ്പന്നരായ ആളുകളും പറഞ്ഞു. വിജ്ഞാന സമ്പന്നരിൽ ഏറ്റവും പ്രധാനികളാരാ? അള്ളാഹുവിന്റെ സിദ്ധിജാലങ്ങളിൽ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ വിജ്ഞാനം അള്ളാഹു നൽകിയത് പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അല്ലാഹു പറഞ്ഞ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രപഞ്ചത്തിലെ സത്യസിദ്ധിജാലങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാത്രമല്ല, ലോകത്ത് അല്ലാഹു വിജ്ഞാന സമ്പന്നരായി നിയോഗിച്ച പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞത് ധാരാളം വചനങ്ങളുണ്ട്. ആ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. 980 കൊല്ലം തന്റെ ജനതയിൽ പ്രബോധനം നടത്തിയ ആളാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. ആ നൂഹ് നബി പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹൂദ് അലൈഹിസ്സലാം പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജൂതന്മാരിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ടല്ലോ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമാണല്ലോ ജൂതന്മാരുടെ പിതാമഹനായി അറിയപ്പെടുന്നത്. എന്നാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിൽ നിന്ന് പിന്മാറിപ്പോയ ജൂത ക്രൈസ്തവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുൽ നബി എന്ന് പറയണം, യാ അഹ്ലൽ കിതാബി, ജൂത ക്രൈസ്തവരെ, തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. തആലൂ ഇലാ കലിമ, ഒരു വചനത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. സവാഇൻ ബൈനനാ വബൈനകും, ആ വചനം നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ ഒരേ വചനമാണ്, ഒരേ വചനമാണ്. യേശു ക്രിസ്തു ദൈവമെന്ന് അവർ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അല്ലാഹുവിന്റെ മകനാണെന്ന് അവർ പഠിപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെയോ നിങ്ങളുടെ പിതാമഹനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി നിങ്ങളെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമല്ലേ? ഈ പ്രവാചകന്മാർ മുഴുവനും നിങ്ങളെ പഠിപ്പിച്ചത് ഈ വചനമല്ലേ? അതുകൊണ്ട് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നമ്മുടെയും നിങ്ങളുടെയും മുദ്രാവാക്യമെന്നാണ്. അപ്പോൾ ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും 1,24,000 വരുന്ന പ്രവാചകന്മാരും പറഞ്ഞ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആയത്ത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ ആയത്തിൽ അല്ലാഹു പ്രവാചകന്മാർ പറഞ്ഞു എന്നല്ല പറഞ്ഞത്, നീതിയുക്തമായി ചിന്തിച്ച ഏതൊരു അറിവുള്ള പണ്ഡിതനും കണ്ടെത്താം അയാളും പറഞ്ഞു പോകും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അതാ മുസ്ലിമാണെങ്കിൽ പോലും പറഞ്ഞു പോകും. നീതിയുക്തമായി ചിന്തിക്കണം. അതല്ലേ ഐൻസ്റ്റീൻ പോലും പറഞ്ഞത്, ദ ഡീപ്ലി ഇമോഷണൽ കൺവിക്ഷൻ ഓഫ് ദി സുപ്പീരിയർ റീസണിംഗ് പവർ which is revealed in the comprehensible universe forms my idea of God. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നിൽ ഞാൻ ഒരു അദൃശ്യമായ ശക്തിയുടെ കരം കാണുന്നുവെന്ന് പറഞ്ഞത് ഐൻസ്റ്റീനാണ്. നീതിയുക്തമായി ചിന്തിക്കുന്ന ഏതൊരാളും പറയുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാഠം എന്തായിരുന്നുവെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ജൂത ക്രൈസ്തവരെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. യാ അഹ്ലൽ കിതാബി ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹിം വമാ ഉൻസിലത്തിത് തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി ഫലാ തഅഖിലൂൻ. ഇബ്രാഹിം നബി ജൂതനായിരുന്നുവെന്ന്, ഇബ്രാഹിം നബി ക്രൈസ്തവനായിരുന്നുവെന്ന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ തർക്കിക്കുന്നത്?
ഇഞ്ചീലും അതേപോലെ തൗറാത്തും ഇഞ്ചീലും ഇറങ്ങിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലശേഷമല്ലേ? ജൂത ക്രൈസ്തവരോട് ചോദിക്കുകയാണ്, ഹാ അൻതും ഹൗലാഇ ഹാജതും ഫീമാ ലകും ബിഹി ഇൽമുൻ ഫലിമ തുഹാജൂന ഫീമാ ലൈസ ലകും ബിഹി ഇൽം വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇബ്രാഹിം നബിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപരാധം, ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം നബിയെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ വിവരക്കേടാണ്. വിവരമില്ലാത്ത കാര്യം എന്തിനാ നിങ്ങൾ പറയുന്നത്? മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബി ദൈവമാണെന്ന് വിശ്വസിച്ച ആളല്ല. ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ച ആളല്ല. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയ. ഇബ്രാഹിം നബി ചരിത്രത്തിന്റെ ഒരു വഴിത്തിരിവാണല്ലോ. ആ ഇബ്രാഹിം നബി ജൂതനോ ക്രൈസ്തവനോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ആളായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഏറ്റവും പുകഴ്ത്തി പറഞ്ഞൊരു മഹാനാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ പ്രത്യേകതയായി അള്ളാഹു എടുത്തു പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ ആളായിരുന്നുവെന്നാണ്. അതുകൊണ്ട് ലോകത്ത് അള്ളാഹുവിന്റെ സർവ്വ സൃഷ്ടിജാലങ്ങൾ, അതേപോലെ അള്ളാഹുവിന്റെ മലായികത്തുകൾ, ലോകത്ത് ജനങ്ങളെ മാർഗദർശനം ചെയ്യാനായി കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അവരെല്ലാവരും ഏറ്റുപറയുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വചനം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ വലഖദ് കറംനാ ബനീ ആദം സന്തതികളെ നമ്മൾ ആദരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആദരണീയരായ മനുഷ്യർക്കും അള്ളാഹു നൽകുന്ന ആദരവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ സൃഷ്ടിജാലങ്ങളും പറയുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരും അതിന്റെ വാർത്താക്കളാകണം എന്നത് അള്ളാഹുവിന്റെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ വീണ ഉടനെ നിങ്ങൾ ചിന്തിക്കണം, ജനിച്ചു വീണപാട് ഒരു കുട്ടിക്കൊന്നും തിരിയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജനിച്ച ദിവസം ഓർമ്മയുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ജനിച്ച സമയം ഓർമ്മയുള്ളവരുണ്ടോ? ജനിച്ച സമയം നമ്മളെ അടുത്ത് ശുശ്രൂഷിക്കാനായി ഉണ്ടായിരുന്ന ആളെ ഓർമ്മയുള്ളവരുണ്ടോ? ജനിച്ചു വീണപാടെ ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വന്ന പാടെ ലാ തഅലമൂന ശൈആ, ഒന്നും അറിയാത്തവരായിരുന്നു നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ. ആ ഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നും നമുക്കറിയില്ല ആ ഘട്ടത്തിൽ. എന്തിനേറെ ജനിച്ചു വീണ കുഞ്ഞിന് ഉമ്മയുടെ അമ്മിഞ്ഞ പാൽ എവിടെയാണെന്ന് പോലും അറിയില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? ഒരു പെണ്ണ് പ്രസവിച്ചാൽ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, പാലിനാകും കരയുന്നതെന്ന് കരുതിയിട്ട് മുലക്കണ്ണി എടുത്തു വെച്ച് കുടിച്ചാൽ പോലും കുട്ടിക്ക് മനസ്സിലാകുന്നില്ല ഇത് മുലപ്പാൽ ലഭിക്കാനുള്ള വഴിയാണെന്ന്. ആ സമയത്തല്ലേ പ്രിയപ്പെട്ട മാതാവ് മുലക്കണ്ണി കുട്ടിയുടെ ചുണ്ടിൽ മുലപ്പാൽ ചുരത്തിയിട്ട് മുലക്കണ്ണി ഉരുതി കുറക്കുമ്പോഴല്ലേ കുഞ്ഞുമോൻ പാല് കുടിക്കുന്നത്. ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ അനിവാര്യമായ അമ്മിഞ്ഞപ്പാൽ പോലും എവിടെയാണെന്ന് മനുഷ്യൻ അറിയാത്ത ഘട്ടമാണ് അവന്റെ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടിപ്രായം. അവൻ കുഞ്ഞായിരിക്കുന്ന സമയം. എന്നാൽ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളോ ആ സമയത്ത് ഇവരെക്കാളും വലിയ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച ആളുകളാണല്ലെങ്കിൽ ഇവരെക്കാളും വിവരം കാണിച്ചു തന്ന ആളുകളാണ്. നമ്മുടെ വീട്ടിൽ ആരെയുള്ള പശു പ്രസവിക്കാറില്ലേ? ആരെയുള്ള പശു പ്രസവിച്ചാൽ ആ കുട്ടിയെ പശു നക്കിത്തുടക്കുന്നത് കാണാം. നക്കിത്തുടച്ച് കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയാൽ അതിന്റെ ചുണ്ടതാദ്യം കൊണ്ടുപോകുന്നത് അമ്മയുടെ അകിടിലേക്കാണ്. ഒരു പശുവും തന്നെ കുഞ്ഞിനെ പിടിച്ച് അത് അകിടിലേക്ക് കൊണ്ടുപോയാക്കുന്നത് നമ്മൾ കാണാറില്ലല്ലോ, നമുക്കത് പരിചയമില്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണം, ഒരു പശുക്കുട്ടിക്ക് ആ സമയത്ത് മനുഷ്യനേക്കാളും വലിയ വിവരമുണ്ട്. ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഈ മനുഷ്യൻ ലാ തഅലമൂന ശൈആ, നിങ്ങളൊന്നും അറിയാത്തവരാണ്.
ഒന്നും മനസ്സിലാക്കാനുള്ള പക്വത നിങ്ങൾക്ക് വന്നിട്ടില്ല. പക്ഷേ ആ സമയത്ത് പോലും ഭൂമിയിലേക്ക് ജനിച്ചു വീണ ആ നിമിഷം നിങ്ങൾ കേൾക്കേണ്ടതുണ്ടാ, ഈ പ്രപഞ്ചത്തെ അല്ലാഹു പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഏതു വചനത്തിലാണോ ആ വചനത്തിന് നിങ്ങളും സാക്ഷിയാവണം. അതിനാണല്ലോ ജനിച്ചു വീണപാട് വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കണേ, ഇടതു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണേ. എന്താണ് ബാങ്ക്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഭൂമിയിലേക്ക് ഒരു കുഞ്ഞ് ജനിച്ചു വീണതാണ്. 1.25 കിലോ ഭാരമേ വരുള്ളൂ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഭാരം കുറവാണ്, കുട്ടി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, ഹാർട്ടിന് പ്രശ്നമുണ്ട്, അവന് താറുമാറാവാൻ സാധ്യതയുണ്ട്. 2 ദിവസമേ നിങ്ങളില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ പൂർത്തിയാകുമോ എന്നറിയില്ല. ഉസ്താദേ, എന്നാ പിന്നെ ഞാൻ ആ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കണോ? ബാങ്ക് കൊടുക്കണം. ഈ കുട്ടി ഒരു ദിവസം പൂർണ്ണമായി ജീവിച്ചില്ല, 1 മണിക്കൂർ ജീവിച്ചില്ല, എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വചനത്തിൽ കുഞ്ഞുമോനും സാക്ഷി നിൽക്കേണ്ടതാണ്, സാക്ഷിയാവേണ്ടതാണ്. ജനിച്ചു വീണപാടെ ഈ കുഞ്ഞിന്റെ ചെവിയിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇനി നോക്കൂ നിങ്ങൾ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് പിന്നെയുള്ള വചനങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവസാനം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ നിന്റെ അവസാനം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ അവസാനവും ഈ വചനത്തിലാവണം. തൊട്ടിൽ മുതൽ കട്ടിൽ വരെ ജനിച്ചു വീണുന്ന ഏതൊരു കുഞ്ഞിന്റെയും ചെവിയിൽ മനസ്സിലാക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ നിങ്ങൾ ചിന്തിക്കണം. നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞത് 7 വയസ്സാകുമ്പോഴാണ്, നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കാൻ പറഞ്ഞത് 10 വയസ്സാകുമ്പോഴാണ്, നിസ്കരിച്ചില്ലെങ്കിൽ കുറ്റക്കാരനാകുന്നത് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രായപൂർത്തിയായത് മുതലാണ്. എന്നാൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പോലുമുള്ള അവസ്ഥ വന്നിട്ടില്ല. ഭൂമിയിലേക്ക് കടന്നു വന്നതേ ഉള്ളൂ. അവനോട് പറയുകയാണ്, നിന്റെ തുടക്കം അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. നിന്റെ അവസാനമോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്കിന്റെ അവസാനം അവിടെ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല അവസാനിപ്പിക്കുന്നത്, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ തുടക്കം അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. നിന്റെ അവസാനമോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവുകയും ചെയ്യേണ്ടതാണ്. തൊട്ടിൽ മുതൽ കട്ടിൽ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, നിന്റെ തുടക്കം മുതൽ അവസാനം വരെ നീ ഈ വചനത്തെ മുറുകെ പിടിക്കണമെന്നാണ് ഇതിന്റെ സൂചന. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനിച്ചു വീണപാട് കുട്ടിയുടെ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് അവൻ കടന്നു കഴിയുകയായി. എന്നിട്ടോ പിന്നെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറയൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഈ കുഞ്ഞുമോൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഭൂമിയിലേക്ക് ജനിച്ചു വീണവൻ ആദ്യം കേട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നിങ്ങൾ ക്ഷമിക്കേണ്ടത്, ഈ കുഞ്ഞ് സംസാരിക്കാൻ പ്രായമാകുമ്പോ ആദ്യം എന്റെ നാവിലൂടെ ഉച്ചരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം. ഉമ്മമാരെ നിങ്ങളോട്, ഉപ്പമാരെ എന്നോടും നിങ്ങളോടും ആരാ പഠിപ്പിക്കുന്നത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ് കുട്ടി ആദ്യമായി ഉച്ചരിച്ചതെങ്കിൽ അവസാനവും അവൻ അത് ഉച്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 വയസ്സായ, 1.25 വയസ്സായ, 1.5 വയസ്സായ, 1.25 പ്രായമായ കുഞ്ഞുമോൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഉമ്മ കുഞ്ഞെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും? ആ കുഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണോ? സദാസമയത്തും ആ കുഞ്ഞിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. ഉമ്മ, നിങ്ങൾ ആ കുഞ്ഞിനെ സദാസമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. അതെത്ര
കൃത്യമായി ചെയ്തവരാ നമ്മുടെ പൂർവികന്മാർ. കുഞ്ഞുമോനെ താരാട്ടുപാടി ഉറക്കുമ്പോഴും ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله أنت تطلع بيننا في الكواكب كالبدر بل وأشرف منه يا سيدي خير النبي لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وهلنا إنا يا سيدي خير النبي لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله എന്നീ നിരന്തരമാ കുഞ്ഞുമോളെ നീ താരാട്ടുപാടി ഉറക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ കേൾപ്പിച്ചുകൊണ്ട് ഇരുന്നാൽ 1.5 വയസ്സ് പ്രായമായ കുട്ടിക്ക് ഒരു ദിവസം നീ കുളിപ്പിച്ചു കിടത്തി ഉറക്കാനായി തൊട്ടിലിൽ ഇട്ടതാണ്. നീ ആട്ടാൻ തുടങ്ങുമ്പോ കുട്ടി തിരിച്ചു പാടും ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പെങ്ങളെ, നീ കുഞ്ഞു പോണെ മടിയിൽ വെച്ചിട്ട് നിന്റെ 1ാം ക്ലാസ്സിലോ LKG UKG പഠിക്കുന്ന നിന്റെ മൂത്ത മകൾക്ക് നീ ഇംഗ്ലീഷ് അക്ഷരമാല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പറയൂ, നിന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞുമോളില്ലേ ഇത് കേൾക്കുന്നുണ്ട്? ഏറ്റവും കൂടുതൽ ആണ് ആ കുട്ടി കേട്ടതെങ്കിൽ എല്ലാവും ആ കുട്ടി പറയുന്നത് എന്ന കാര്യം മറന്നു പോകരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം ഒരു കുഞ്ഞിനോട് സംസാരിപ്പിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ജനിച്ചു വീണപാടെ കേട്ട വചനം ഏതാണോ ആ വചനം തന്നെ കേൾക്കട്ടെ. അവൻ തൊട്ടിലിൽ കിടക്കുന്ന പ്രായം എന്തിനാണ്? അവന്റെ സംസാരം അവൻ കേട്ടതാകുവാനാണ്. കേട്ടതല്ലേ സംസാരിക്കുക? അപ്പൊ ആദ്യം കേട്ടത് സംസാരിക്കണം. അതിന് തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ ചൊല്ലണം. നിങ്ങൾ മറന്നു പോകരുത്. ഈ വചനം കേൾക്കുന്ന മുഴുവൻ ഉമ്മമാരോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ താരാട്ട് ഇത് മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താരാട്ട് മതി. കുഞ്ഞുമോൻ തൊട്ടിൽ കിടന്ന് കഴിയുന്ന പ്രായം വരെ വേറെ നീ ഏത് പാട്ടുപാടിയാലും പെങ്ങളെ, വടകര താജുദ്ദീന്റെ പാട്ടായാലും അല്ല ഏത് മാപ്പിളപ്പാട്ടിന്റെ പോസ്റ്ററിന്റെ പാട്ടായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തോട് കിടപിടിക്കാൻ പറ്റാവുന്ന വചനം ആകാശത്തിലെ ചുവട്ടില്ലേ എന്ന് മനസ്സിലാക്കണം. നിന്റെ കുഞ്ഞുമോനെ താരാട്ടുപാടി ഉറക്കാൻ പറ്റാവുന്ന ഒരു വചനം ആകാശത്തിന്റെ ചുവട്ടിൽ ഇതിനെ കവച്ചു വെക്കാൻ പറ്റുന്നതില്ല. അതുകൊണ്ട് തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിലും പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവനത് കേട്ട് പഠിച്ചു വളരുകയാണ്. വളർന്നവൻ വളർന്ന് 7 വയസ്സ് പ്രായമാവുകയാണ്. 7 വയസ്സാകുമ്പോൾ വകതിരി വെക്കുമ്പോൾ അവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അല്ലേ? നിസ്കരിക്കാൻ കൽപ്പിക്കണം. നിസ്കരിക്കാൻ പറയണം അവനോട്. 10 വയസ്സുവരെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിസ്കാരം ആരംഭിക്കുകയാണ്. നിസ്കാരം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ശരീരം കൊണ്ടൊരാൾ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. ആ നിസ്കാരം പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ചുരുട്ടി വെക്കണം. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ചുരുട്ടി വെച്ചെങ്കിലേ അശ്രദ്ധരായി നിസ്കരിക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു എങ്ങനെ ഖബൂൽ ചെയ്യാൻ? പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ചുരുട്ടി വെച്ചതാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു തട്ടിക്കളയുകയില്ല എന്ന് പിന്നീട് നമ്മൾ ഹദീസ് പാരായണം ചെയ്യുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വമുണ്ട് എന്ന ഹദീസുകൾ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതിന് മുമ്പ് പുരുഷനാണോ ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണ്. പുരുഷനാണെങ്കിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്, ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണ്. പെണ്ണാണോ ഇഖാമത്ത് കൊടുക്കൽ സുന്നത്താണ്. എന്താണ് ബാങ്ക്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തുടങ്ങുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എല്ലാം 2 തവണ പറയണല്ലോ ബാങ്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ബാങ്ക് കൊടുത്ത് അങ്ങനെ അവസാനം എത്തുകയായി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉച്ചരിച്ചു. അത് കഴിഞ്ഞവൻ ഇഖാമത്ത് കൊടുക്കുന്നു. എല്ലാം 1 തവണ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അവൻ ഇഖാമത്ത് കൊടുത്തു കഴിയാറായി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവൻ നിയ്യത്ത് വെച്ച നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്. സുബഹി നമസ്കാരം അല്ലെങ്കിൽ ളുഹർ. സുബഹി നമസ്കാരം 2 റക്അത്ത് ഖിബിലക്ക് മുന്നിട്ട് ഞാൻ എന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയാണ്. അല്ലാഹു അക്ബർ. നിസ്കാരം തുടങ്ങി. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആദ്യം ചൊല്ലി അതിന് ശേഷം നിസ്കരിച്ചു. നിസ്കാരത്തിലോ നിസ്കാരം അവസാനിക്കാൻ പോകുമ്പോൾ ഈ നിസ്കാരം അല്ലാഹു ഖബൂൽ ചെയ്യണം. എത്രയും ശ്രദ്ധ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ട് ശ്രദ്ധ അകന്നുപോയ നിസ്കാരം അല്ലാഹു തട്ടിക്കളയാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്താണ്. തട്ടിക്കളയാതിരിക്കാൻ അല്ലാഹു ചെയ്തത് തുടക്കവും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാനവും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പിന്നെ സ്വലാത്തിന് ശേഷമുള്ളതെല്ലാം ദുആയാണല്ലോ. اللهم صل على سيدنا محمد. ശേഷമുള്ളതെല്ലാം പിന്നെ ചൊല്ലൽ നിർബന്ധമില്ലല്ലോ, സുന്നത്തല്ലല്ലോ. അത് സുന്നത്താണല്ലോ അതിന് ശേഷമുള്ളത്. അപ്പൊ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നിസ്കാരം അവസാനിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയോടുകൂടെ. ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് ചേർത്ത് വെക്കുന്ന നിസ്കാരം. അതിലെന്ത് അപാകതകൾ വന്നു പോയാലും അറിഞ്ഞല്ല കരുതി കൂട്ടിയല്ലാതെ എന്ത് അപാകതകൾ വന്നു പോയാലും ശ്രദ്ധ തെറ്റിപ്പോയാലും അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ നിസ്കാരത്തിന് മുന്നോടിയായി ഒരാൾ വുളൂ ചെയ്യണം. നിസ്കാരത്തിന് മുന്നോടിയായി മനുഷ്യൻ ചെയ്യേണ്ട ഒന്നാണല്ലോ വുളൂ. ഈ വുളൂഉം അല്ലാഹു ഖബൂൽ ചെയ്യണം. അതിനും ഷഹാദത്ത്. ഈ നിസ്കാരം തുടങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാനിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് നീ എഴുന്നേറ്റ് പോകരുത്, അവിടെ തന്നെ ഇരിക്കണം. അവിടെ തന്നെ ഇരുന്നിട്ടോ. അവിടെ തന്നെ ഇരുന്നതിന് ശേഷം നീ 33 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് നീ ചൊല്ലണം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറയാൻ, മൻ സബ്ബഹ ദുബുറ കുല്ലി സ്വലാത്തിൻ സലാഹൻ വസലാസീന. ഒരാൾ നിസ്കാരത്തിന് ശേഷം 33 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലി, വഹമിദ സലാസൻ വസലാസീന 33 വട്ടം അൽഹംദുലില്ലാഹ് ചൊല്ലി, വകബ്ബറ സലാസൻ വസലാസീന 33 വട്ടം അയാൾ തക്ബീർ ചൊല്ലുകയും ചെയ്തു. എന്നിട്ട് വഖതമ അയാൾ ആ ദിക്റുകൾ അവസാനിപ്പിച്ചു, ബിലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ ദിക്ർ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്താൽ ഗുഫിറതു ദുനൂബുഹു, അവന്റെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കും. വലൗ കാനത് മിസ്ല സബദിൽ ബഹരി, സമുദ്രത്തിലെ നുരകൾക്ക് സമാനമാണ് അവന്റെ പാപമെങ്കിലും എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ചിന്തിക്കണം, നിസ്കാരം പോലും ഖബൂൽ ചെയ്യപ്പെടുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അസ്തിവാരത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അസ്തിവാരത്തിലാണ് നിസ്കാരം പോലും ഖബൂൽ ചെയ്യപ്പെടുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന വുളൂ ഉണ്ടല്ലോ, ആ വുളൂഇൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂഇന്റെ പോലും ഖബൂലിയത്ത് അല്ലാഹു വച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഖബൂലിയത്ത് ലഭിക്കുന്നത് ഷഹാദത്തിലാണ്. അതുകൊണ്ടല്ലേ ഒരാൾ വുളൂ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ വുദൂ ചെയ്യാൻ ആരംഭിക്കുമ്പോ മുൻകൈ കഴുകുമ്പോൾ ഒരാൾ പറയുകയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വിശുദ്ധമായ വചനം ഉൾക്കൊള്ളുന്ന ഈ വചനം കൊണ്ടൊരാൾ വുദൂ തുടങ്ങിയാൽ അയാളുടെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. വുദൂ അവസാനിപ്പിച്ചാലോ? വുദൂ അവസാനിപ്പിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ വുദൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മേൽഭാഗത്തേക്ക് 2 കണ്ണും ഉയർത്തിയിട്ട്, ആകാശത്തിലേക്ക് 2 കണ്ണും ഉയർത്തിയിട്ട് ഒരാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഖിരീന വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ എന്നൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കണം, ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ, അയാൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുന്നതാണ്. ഈ പ്രാർത്ഥനയിൽ 8 കവാടങ്ങളെയും തുറപ്പിക്കുന്ന വചനമേതാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഴിയെ നമ്മൾ ഓതുന്നുണ്ട് ഹദീസ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗ്ഗത്തിന്റെ വിലയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ വുദൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ദിക്ർ ഒരാൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നതോടുകൂടെ ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യദ്ഖുലു മിൻഹാ ശാഅ, ആ 8 കവാടത്തിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും ഈ പ്രാർത്ഥന നിർവഹിക്കുന്ന ആൾക്ക് കടന്നു പോകാവുന്നതാണ്. നിങ്ങൾ നോക്കൂ, വുദൂ ഈ 2 ഷഹാദത്തുകൾക്കിടയിലാണ്. നിസ്കാരം 2 ഷഹാദത്ത്, നിസ്കാരം ഷഹാദത്ത്, ഈ ഷഹാദത്തിനിടയിലാണ്. നിസ്കാരം കഴിഞ്ഞിട്ടോ ഒരാൾ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞു, അതിന്റെ പര്യവസാനവും ഷഹാദത്താണ്. അതും ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരാൾ അഫ്ളൽ ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ വചനമുണ്ടല്ലോ അഫ്ളൽ ദിക്ർ, മഹാനായ ഇബ്നു മാജ തങ്ങളും നസായി തങ്ങളും ഇമാം ഹാക്കിം തങ്ങളും ഒക്കെ ഉദ്ധരിച്ച ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി ഖാല പറഞ്ഞു, അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാണ് ഇമാമുമാർ നിസ്കാരം കഴിഞ്ഞ് തസ്ബീഹും തഹ്മീദും എല്ലാം കഴിഞ്ഞതിന് ശേഷം അഫ്ളൽ ദിക്ർ എന്ന് പറയുന്നത്. അത് ഹദീസിൽ വന്ന പദമാണത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചു, എന്നിട്ട് അതിന് ശേഷം റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അയാൾ എഴുന്നേറ്റ് പോകുന്ന രംഗം എങ്ങനെയാണ്? നിസ്കരിക്കാൻ വേണ്ടി വന്നു, ഷഹാദത്ത് കൊണ്ട് തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു. അയാൾ എഴുന്നേറ്റ് പോകുന്ന രംഗം എങ്ങനെയാണ്? മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച കാര്യം ഒന്ന് പഠിപ്പിക്കുകയാണ്. യാ റബ്ബു അല്ലാഹുവേ, മാ ജസാഉ മൻ ഹല്ലന മുഖ്ലിസൻ മിൻ ഖൽബി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ഒരാൾ ചൊല്ലിയാൽ അയാളുടെ പ്രതിഫലം എന്താണ്? ഖാല, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്, അൻയകൂന കയൗമി വലദതുഹു ഉമ്മഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 തവണ ചൊല്ലുന്ന ഒരാൾ, 1 തവണ ചൊല്ലുന്ന ഒരാൾ, അയാളുടെ അവസ്ഥ എന്താണ്? കയൗമി വലദതുഹു ഉമ്മഹാ, ഉമ്മ പ്രസവിച്ച ദിവസം എങ്ങനെ പാപത്തിൽ നിന്ന് ശുദ്ധനായിരുന്നോ അതേപോലെ അയാൾ ശുദ്ധനാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇരിക്കരുത് എഴുന്നേറ്റ് പോകണമെന്ന് പറയുന്നത്? നിസ്കരിച്ചാൽ എന്തിനാണ് ദുആ ചെയ്യുന്നത് എന്ന് ചോദിച്ചത്, എന്തിനാണ് ആക്ഷേപിക്കുന്നത്? അവ്വല ദിക്ർ നിസ്കരിച്ചിരുന്നിട്ട് തസ്ബീഹ് ചൊല്ലി, തഹ്മീദ് ചൊല്ലി, തക്ബീർ ചൊല്ലി 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അല്ലാഹു നരകത്തിലിടുമെന്ന് പറയുന്നത് എന്തുമാത്രം അപരാധമാണെന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ട സഹോദരാ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനം നിസ്കരിച്ചിരുന്ന അതേ പായിലിരുന്ന് 10 വട്ടം ചൊല്ലിയാൽ അവരെ മുഴുവൻ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറയുന്ന നിന്റെ സിദ്ധാന്തം മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുന്ന സിദ്ധാന്തമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ ചൊല്ലിയാൽ കയൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവൻ പാപത്തിൽ നിന്ന് ശുദ്ധനാകുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. 7 വയസ്സാകുമ്പോൾ അവന്റെ നിസ്കാരം തുടങ്ങുകയായി. നിങ്ങൾ ചിന്തിക്കണം, പിന്നെ ഓരോ ദിവസവും 5 നേരത്തെ നിസ്കാരം, 5 നേരത്തെ ബാങ്ക്, 5 സമയങ്ങളിലുള്ള ഇഖാമത്ത്. ഇത്ര തഹ്ലീലാണ് ഒരു ദിവസം അവൻ ചെയ്യുന്നത്, ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ പോലും നിനച്ചിരിക്കാതെ വിചാരിക്കാതെ അല്ലാഹുവിനോട് പറയിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ്. 5 നേരങ്ങളിൽ ബാങ്കിൽ തന്നെ എത്രയായി? 3ആയി. ഇഖാമത്തിലായി 2, അതിൽ തന്നെ 5, നിസ്കാരത്തിൽ 1 6, പിന്നെ ദിക്റിന് ശേഷം 1 7, പിന്നെ 10 17, ഓരോ വക്തിലും 17, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ എത്രയായി? അവസാനിക്കുന്നില്ല. നോമ്പുകാരനാണോ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, ഒരു കുട്ടി ജനിച്ചു വീഴുന്ന സമയം മുതൽ മരണസമയം വരെ അവൻ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു 10 വട്ടം ചൊല്ലൂ നിങ്ങൾ. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നിറഞ്ഞ സദസ്സിലാണ് നമ്മൾ ദുആ ചെയ്യുക. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ്. ഭൂമി നമ്മളോടൊപ്പം ചെല്ലുന്നുണ്ട്, ഈ വൃക്ഷങ്ങളേറെ സന്തോഷിക്കുന്നുണ്ട്, ആകാശം നമ്മളോടൊപ്പം ചെല്ലുന്നുണ്ട്, ഈ പുൽക്കൊടികൾ പോലും നമ്മളോടൊപ്പമുണ്ട്. ഈ വിഷയത്തിൽ ചിന്തിക്കണം. നിങ്ങൾ എത്ര പ്രധാനപ്പെട്ട ദിക്റാണ്. അവസാനിക്കുന്നില്ല വെറും നിസ്കാരത്തിൽ മാത്രമല്ല. മുഅ്മിനിന്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അത് മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചേർന്നതാവണം. ആരുടെ താല്പര്യമാണ്? റബ്ബിന്റെ താല്പര്യമാണ്. ഇസ്ലാം, വിശുദ്ധ ഇസ്ലാം, നിർവശുദ്ധ ഇസ്ലാം അല്ലാഹു എടുത്തുയർത്തി. വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന തമ്പങ്ങൾ 5ആണല്ലോ. 1 ഈ ഷഹാദത്താണ്, അത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ സക്കാത്താണ്, അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പാണ്. ഈ നോമ്പ് പോലും നമ്മൾ അല്ലാഹുവിന് വേണ്ടി അനുഷ്ഠിക്കുന്ന നോമ്പാണ്. എന്നാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ലാഹുവിന് വേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കുന്ന മുഅ്മിനിനോട് അല്ലാഹു പറയുകയാണ്, നോമ്പ് പോരാ, നിങ്ങൾ നോമ്പിൽ നിർത്തരുത്. പിന്നെ നോമ്പിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. അതിൽ 2 കാര്യം തുർമൂന ബിഹിമാ റബ്ബക്കും. ആ 2 കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സംതൃപ്തനാക്കുന്നു. ഏറെ അല്ലാഹു സംതൃപ്തനാകുന്നുണ്ട് നിങ്ങളത് ചെയ്യുമ്പോൾ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം. ഒന്നെന്താ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കണം. എപ്പോൾ? പരിശുദ്ധമായ റമദാനിന്റെ 30 പകലുകളിലും നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. പിന്നെയോ വൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുവിന് വലിയ ഇഷ്ടമുണ്ടാകുന്ന മറ്റൊന്നാണ് ഇസ്തിഗ്ഫാർ. പിന്നെ 2 കാര്യം, ആ 2 കാര്യം നിങ്ങൾക്ക് അനിവാര്യമാണല്ലോ. അത് തസ്അലൂന ഫിൽ ജന്ന, അല്ലാഹുവിനോട് നിങ്ങൾ സ്വർഗ്ഗം ചോദിക്കണം. വതസ്തഈനൂന ബിഹി മിനന്നാർ, സ്വർഗ്ഗത്തിൽ കടക്കുക എന്നത് നിങ്ങൾക്ക് അനിവാര്യമാണല്ലോ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടലും അനിവാര്യമാണല്ലോ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്യണം. അതാണ് നമ്മൾ നിരന്തരമായി നോമ്പിനെ ചൊല്ലാറുള്ളത്. ചില മനസ്സിലാക്കിയത് നിസ്കാരത്തിന് ശേഷം മാത്രം മതി എന്നല്ല. എപ്പോഴെല്ലാം ഒഴിവുണ്ടോ അപ്പോഴൊക്കെ ചൊല്ലിക്കോളൂ. അശ്ഹദു അല്ലാ ഇലാഹ أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. ഞാൻ ആലോചിച്ചു പോവുകയാണ്. ചില ഗൾഫിൽ പോയി വന്നിട്ട് പറയാറുണ്ട്, ഗൾഫിലൊന്നുമില്ലല്ലോ, പിന്നെ ഇതിനവിടെ ചെയ്യുന്നത്. എടോ, നമ്മുടെ ആലിമീങ്ങൾ എത്ര വലിയ സേവനം ചെയ്തത്.
ഓരോ ഹദീസിലുമുള്ള പ്രതിഫലമേ വിവരം കുറഞ്ഞുപോയ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഹദീസ് അറിയാത്ത ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവർ ദിക്റിന്റെ പൂർവ്വയുണ്ടാക്കി തന്നു. ഹദീസിൽ നിന്ന് പഠിച്ചിട്ട് ദിക്റിന്റെ പൂർവ്വയുണ്ടാക്കി. നീ ഇവർക്കെതിരെ വാളോങ്ങി, നീ പറഞ്ഞു ഇവർ സമൂഹത്തെ പിന്തിരിപ്പിച്ചവരാണെന്ന്. നീ ചെയ്ത അപരാധം അല്ലാഹുവിന്റെ മുമ്പിൽ കൈകട്ടി മറുപടി പറയാതെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അവർ ചെയ്തതെന്താ? സാധുക്കളായ ആളുകൾക്ക് അവർ അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ഒരു പ്രത്യേകമായ കൂർവയും ചിട്ടയും ഉണ്ടാക്കി. ഞാൻ ഓർക്കുകയാണ്, സൗദി അറേബ്യയിൽ ഹജ്ജിന് പോയപ്പോ പരിശുദ്ധമായ മക്കായുടെ അടുത്തുള്ള അസീസിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. വലിയ പെരുന്നാളിന് ശേഷമാണ് നിസ്കരിക്കാൻ കയറിയപ്പോ ആ പള്ളിയിലുണ്ട് ഒരു ലഘുലേഖ. എന്താണ് ലഘുലേഖ? ലഘുലേഖയിൽ പറയുന്നത് പെരുന്നാളിന് തക്ബീറു ചൊല്ലണം, പെരുന്നാളിന് തക്ബീറു ചൊല്ലണം, വഴികളിൽ വെച്ചു ചൊല്ലണം, വീടുകളിൽ വെച്ചു ചൊല്ലണം, പള്ളികളിൽ വെച്ചു ചൊല്ലണം. എന്നിട്ട് പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ വരെ തക്ബീറു ചൊല്ലാറുണ്ടായിരുന്നു. ഞാനത് വായിച്ചപ്പോ ഓർത്തുപോയത് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ വൈസ് പ്രസിഡന്റായിരുന്ന സയ്യിദ് ഹൈദറൂസ് മുസ്ലിയാരെയാണ്. അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. സയ്യിദ് ഉസ്താദ് ഞങ്ങളോട് ദാർഹുദായിൽ നിന്ന് ഞങ്ങൾ വലിയ പെരുന്നാളിന്റെ ലീവിന് പോകുമ്പോൾ ഞങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ തക്ബീർ ജാഥ നടത്തണം. തക്ബീർ ജാഥ നടത്താൻ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു. നീ ചോദിക്കാണ് റസൂലുള്ളാഹി തക്ബീർ ജാഥ നടത്തിയിരുന്നു എന്ന് ചോദിച്ചാൽ ബുഖാരിയിൽ ഹദീസ് എടുത്തു തരാൻ എന്റെ പക്കലുണ്ടാവില്ല. നിങ്ങൾ ആലോചിക്കുക, അങ്ങാടിയിൽ വെച്ച് തക്ബീർ ചൊല്ലണം എന്ന് പറഞ്ഞതാണ് തക്ബീർ ജാഥ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ആലിമീങ്ങൾ അവർ ചെയ്ത സേവനം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നോമ്പിന് ഈ പ്രതിഫലം കിട്ടുന്നത് കേരളക്കാർക്ക് കിട്ടുന്ന പോലെ ഇത് കിട്ടുന്ന മറ്റൊരു ലോകമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ് ഈ ദിക്റിന്റെ തുടക്കം. എന്താ കാരണം? പിന്നെ ചോദിക്കുന്നത് അസ്അലുകൽ ജന്ന, പടച്ചോനെ സ്വർഗം തരണേ, സ്വർഗം തരണേ എന്ന് പറയാൻ മാത്രം ഇയാൾ ചെയ്ത അമലെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം സമനുൽ ജന്ന, സ്വർഗത്തിന്റെ വിലയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ വേലയിൽ മാറ്റല്ലാണ്. കണ്ണൂർ ഒരു 15 കൊല്ലം മുമ്പ് കണ്ണൂർ ഒരു സെന്റിന് ചിലപ്പോൾ 3 ലക്ഷം. 15 കൊല്ലത്തിന് ശേഷം കണ്ണൂർ ടൗണിൽ ഒരു സെന്റിന്റെ വില 30 ലക്ഷം. എന്നാ സ്വർഗത്തിന്റെ വില ഇന്നും ഒന്നാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിന്റെ വിലയാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നോമ്പിൽ അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് കരകതമാക്കാനുള്ള വഴിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ തശ്ഹദൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ ഷഹാദത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കലാണ്. ഇനി നോക്കൂ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ ഹജ്ജ്. പടച്ചുറപ്പ് ഈ കൊല്ലം ഹജ്ജിന് പോകാൻ തീരുമാനിച്ചവർക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ആ മണ്ണിലെത്തിച്ചേരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ ആ മണ്ണിലെത്താൻ അല്ലാഹു സൗഭാഗ്യം തരട്ടെ. ഹജ്ജ് അല്ലാഹുവിന് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. എന്ന് മാത്രമല്ല ഹജ്ജ് ചെയ്യലാണ്. പണ്ടേ നമ്മൾ പറയാറുണ്ട് ഹജ്ജ് ചെയ്യാം, ഹജ്ജ് ചെയ്യാം. ഹജ്ജ് പറയാന്നല്ല പറയല്, ഹജ്ജ് ചെയ്യാന്നാണ്. ഹജ്ജിലെല്ലാ കർമ്മങ്ങളും ചെയ്യാനുള്ളതാണ്. മിനയിൽ പാർക്കുക ചെയ്യലാണ്, അറഫയിൽ നിൽക്കുക ചെയ്യലാണ്, തവാഫ് ചെയ്യുക അത് പ്രവർത്തനമാണ്, കല്ലെറിയുക ചെയ്യലാണ്. എന്നാ നിങ്ങൾ കേട്ടോളൂ, ഈ കർമ്മനിരതമായ ഹജ്ജ് പോലും അല്ലാഹുവിന്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോ ഷഹാദത്തിൽ പ്രധാനമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹജ്ജിലും പ്രധാനമാണ്. റസൂലുള്ളാഹി പറഞ്ഞു. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നബിഹി അൻ ജദ്ദി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ഭൂമിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുആ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫയുടെ ദിവസം ചെയ്യുന്ന ദുആയാണ്. وخير ما قلت انا والنبيون من قبلي.
ഞാനും എന്റെ മുമ്പുള്ള പ്രവാചകന്മാരും ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ആ ഹജ്ജിന്റെ വേളയിൽ അവർ പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനമേതാണെന്ന് സ്വഹാബ നിങ്ങൾക്ക് കേൾക്കണ്ടയോ സ്വഹാബ? ഞാൻ മാത്രമല്ല, ആദം അലൈഹിസ്സലാം മുതൽ ഞാൻ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഹജ്ജ് ചെയ്യാൻ വന്നിട്ട് അവരെല്ലാം ഹജ്ജിൽ പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനമേതാണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന വചനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. കണ്ടോ, അറഫയിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. ഏതൊരാളും രക്ഷപ്പെടണോ അയാൾ മുത്തഖിയാകണല്ലോ. എല്ലാ പ്രവാചകന്മാരും കടന്നു വന്ന് ആഹ്വാനം ചെയ്തതും അനിത്തഖുല്ലാഹ് ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് വിജയമെന്ന് വിശുദ്ധ ഖുർആൻ. ഈ മുത്തഖീങ്ങളുടെ അടയാളം എന്താണ്? തഖ്വയുടെ മുദ്രാവാക്യം എന്താണ്? തഖ്വയുടെ മുദ്രാവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. وألزمهم إذ جعل الذين كفروا في قلوبهم حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى. حبيباي نبينا محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളും ശത്രുക്കൾക്കിടയിൽ പിടിച്ചു നിന്നതും അവർക്കെതിരെ വിജയം കുറിച്ചതുമെല്ലാം വഅൽസമഹും കലിമത്ത തഖ്വ, തഖ്വയുടെ കലിമത്ത് മുഖേനയാണ്. എന്താണ് തഖ്വയുടെ കലിമത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. എന്തുകൊണ്ടാ അതിനങ്ങനെ പേര് വരാൻ കാരണം? വഉളീഫതില തഖ്വ ലിഅന്നഹാ സബബുഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ തഖ്വ വർദ്ധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കലിമത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ വചനമാണ്. ലാ യഖ്ബലുല്ലാഹു മാ കാന ഇല്ലാ മാ കാന ലില്ലാഹി ഖാലിസാ. അല്ലാഹുവിന് മാത്രമായി ഇഖ്ലാസോട് കൂടെ ചെയ്തതല്ലാതെ അല്ലാഹു ഖബൂൽ ചെയ്യുകയില്ല. ഒരാളുടെ ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ഇഖ്ലാസ് ഉണ്ടാവാൻ ഒരാൾ ചെയ്യേണ്ടത് എന്താണ്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കലാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറയൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഓടിച്ചു പോവുകയാണ് നമ്മൾ. വിഷയം വളരെ വിശാലമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ലാ തദ്ഖുലുന്നൽ ജന്ന, തീർച്ചയായും നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുക തന്നെ ചെയ്യും. കുല്ലുക്കും, നിങ്ങൾ എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കും. ഇല്ലാ മൻ അബാ, വിലങ്ങിയവൻ ഒഴികെ. വിലങ്ങിനെന്നവരല്ലാത്ത എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കുന്നതാണ്. ആ ഹദീസ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കപ്പെട്ടു, നബിയേ, ഫഖീല യാ റസൂലല്ലാഹ് മനില്ലദീ അബാ, ആരാണ് നബിയെ വിലങ്ങി നിൽക്കുന്ന ആൾ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മല്ലം യഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ മടിക്കുന്നവനാണ് വിലങ്ങി നിൽക്കുന്നവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില സ്ഥലത്തൊക്കെ മരിച്ച വീട്ടിൽ വന്ന് കുടുംബക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എല്ലാവരും ചെല്ലുമ്പോൾ കാണാം ഒരുത്തൻ തലക്ക് തീക്കൊള്ളികൊണ്ട് കുത്തുകൊണ്ടവര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലാൻ മടിക്ക. നീ പറയടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലാൻ പറ്റാത്തൊരു സമയം പറഞ്ഞ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലാൻ പറ്റാത്തൊരു സമയം പറയൂ. എന്റെ പ്രിയമുള്ള മുഅ്മിനേ, കണ്ണൂരിന്റെ ഹൃദയത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്നറിയാം. ഈമാൻ ഫസാദാക്കിയിട്ടുണ്ട് നമ്മുടെ. ആരോ ഈമാൻ ഫസാദാക്കിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഅ്മിനിന്റെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ്. ജനിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിസ്കരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നോമ്പ് നോൽക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹജ്ജിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദുആ ചെയ്യുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇരുന്ന് കേൾക്കുന്ന സമയം കുറച്ച് ശനിയാഴ്ചയാണല്ലോ, കുറെ ആളുകൾക്ക് ലീവ് ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു 4 വർത്തമാനം പറഞ്ഞേ ഞാൻ അവസാനിപ്പിക്കുന്നുള്ളൂ.
കുറച്ച് ഹദീസുകളെങ്കിലും ഓതാതെ എനിക്ക് മനസ്സിന് സമാധാനം വരില്ല. ഒരു ഗഹനമായ വിഷയം ഞാൻ പഠിക്കാനിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പഠിക്കാനും കഴിഞ്ഞിട്ടില്ലെന്ന്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ മനില്ലദീ യഅബ, ആരാണ് വിലങ്ങി നിന്നവൻ? ഖാല റസൂലുള്ളാഹി പറഞ്ഞു, മൻ ലം യഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ മടിച്ചു നിന്നവനാണ്. ഫഅക്സിറൂ, എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് തന്നെ പറയാൻ, ഫഅക്സിറൂ, ശ്രദ്ധിക്കണം, ഫഅക്സിറൂ, നിങ്ങൾ ധാരാളം ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾക്ക് എത്ര ചൊല്ലി തീർക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾ ചൊല്ലിക്കോളൂ ജീവിതത്തിൽ. ഇതിന് മുമ്പ് നിങ്ങളുടെയും ആ വചനത്തിന്റെയും ഇടയിൽ യുഹാല മറയിടുന്നതിന് മുമ്പായി, നിങ്ങൾക്ക് എത്ര മറയിടപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ കഴിയുമോ അത്രയും ചൊല്ലിക്കോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? ഇന്നഹാ കലിമത്തു തൗഹീദ്, അതാണ് തൗഹീദ്, കലിമത്തു തൗഹീദ് അതാണ്. വഹിയ കലിമത്തുൽ ഇഖ്ലാസ്, അതാണ് ഏതൊരാളെയും രക്ഷപ്പെടുത്തുന്ന ഇഖ്ലാസിന്റെ അടിത്തറയായ കലിമത്ത്, അതാണ് മുദ്രാവാക്യം, അതാണ്. വഹിയ കലിമത്തു തഖ്വ, റസൂൽ അങ്ങനെ പറഞ്ഞു തരാൻ, ഇത് തന്നെയാണ് തഖ്വയുടെ കലിമത്തും വചനവും. വഹിയൽ കലിമത്തു ത്വയ്യിബ, ഇത് തന്നെയാണ് കലിമത്തും ത്വയ്യിബയും. വഹിയ ദഅവത്തുൽ ഹഖ്, ഇത് തന്നെയാണ് ഹഖിന്റെ ദഅവത്തും. വഹിയൽ ഉർവത്തുൽ വസ്ഖ, ഇത് തന്നെയാണ് ഒരിക്കലും പിടിച്ചാൽ അറ്റുപോകാത്ത ശക്തമായ കയറും, ഇത് തന്നെയാണ്. വഹിയ സമനുൽ ജന്ന, ഇത് തന്നെയാണ് സ്വർഗത്തിന്റെ വിലയെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഈമാൻ വർദ്ധിപ്പിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലാണ്. കേൾക്കണേ, ഈമാൻ വർദ്ധിപ്പിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല അമലാണ്. അല്ലേ? ചില പള്ളികളിലേക്ക് ഒരു സ്വഭാവമുണ്ട്, തറാവീഹും വിത്റും കഴിഞ്ഞതിന് ശേഷം ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, എന്നിട്ട് ദ്വാരന്നിട്ട് ഈച്ചു പോവും, എന്നിട്ട് കഞ്ഞും കുടിച്ച് കടന്നുറങ്ങും. ഓൻ പറഞ്ഞ അവസാനത്തെ വാക്കെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാ ഇതിനെതിരെ ചാടിക്കളിക്കുന്നത്? എന്തിനാണ് അതിനെതിരെ ചാടിക്കളിക്കുന്നത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജദ്ദിദു ഈമാനകും, റസൂലുള്ളാഹി സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ ജദ്ദിദു ഈമാനകും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ ഒന്ന് പുതുക്കൂ സ്വഹാബ, ഈമാനിനൊരു നറുമണം കൊടുക്കൂ സ്വഹാബ, ഈമാനിനെ ഒരു പുതിയ കുപ്പായം ഒന്നുകൂടെ അണിയിപ്പിച്ചിട്ട് ഈമാനിനെ ഒന്ന് പുതുക്കൂ സ്വഹാബ. ഖീല, അപ്പോൾ സദസ്സിലുള്ള ആരോ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, കൈഫ നുജദ്ദിദു ഈമാനനാ, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനെ പുതുക്കല്? ഖാല, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അക്തിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം നിങ്ങൾ വർദ്ധിപ്പിക്കൽ മുഖേനയാണ് നിങ്ങളുടെ ഈമാൻ നിങ്ങൾക്ക് പുതുക്കാൻ കഴിയുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചൊല്ലു, ഒരു 5 എണ്ണം കൂടെ ചൊല്ലു. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കേട്ടോളൂ, ഞാൻ വേഗം പറഞ്ഞു പോവാൻ. എന്റെ വക ഒരക്ഷരം ഞാൻ പറയില്ലെന്ന് പുണ്യനബി പറഞ്ഞതല്ലാതെ. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയാനാ? പുണ്യനബി പറഞ്ഞതല്ലാതെ നമുക്കെന്ത് പറയാൻ കഴിയും? കേട്ടോളൂ ഹദീസ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം? നമ്മമാരെ ചൊല്ലിക്കോളൂ, വെറുതെ സിനിമ കണ്ട സമയം കളയണ്ട. പെങ്ങളെ, മഗ്രിബിന് ശേഷം മമ്മൂട്ടി സാർ ഡയലോഗ് കേൾക്കാൻ കാതോർത്തിരിക്കണ്ട. എന്റെ പെങ്ങളെ, നീ പൂട്ടിവെച്ചേക്കാ പെട്ടി, റമദാനിന് നീ പൂട്ടിയില്ലേ, ജീവിതാവസാനം വരെ പൂട്ടിവെച്ചേ. നിനക്കൊരു വിജയവും തരാൻ, കൊടുക്കാൻ, തരാൻ, നൽകാൻ, സമ്മാനിക്കാൻ അതിന് കഴിയുമെന്ന് നീ മനസ്സിലാക്കണ്ട. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ
ഇല്ലല്ലാഹ് ഫീ സഅതിൻ മിൻ ലൈലിൻ ഔ നഹാരിൻ, രാത്രിയോ പകലോ ഏതെങ്കിലും ഒരു സമയം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ തമസതു മാ ഫിസ് സ്വഹീഫതി മിനസ് സയ്യിആതി, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആ വചനം അത് ഉച്ചരിച്ച ആരുടെ ഏടിലേക്ക് ചെല്ലുന്നതാണ്. മിനിഞ്ഞാന്ന് നമ്മൾ ഏട് പറഞ്ഞല്ലോ, മിനിഞ്ഞാന്ന് നമ്മൾ ഒളിക്യാമറ പറഞ്ഞില്ലേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ഉച്ചരിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അയാളുടെ ഏടിലേക്ക് ചെല്ലുന്നതാണ്. ചെന്നിട്ട് ഹത്താ തസ്കുന ഇലാ, ആ ഏടിലേക്ക് ചെന്നിട്ട് തമസതു മാ ഫിസ് സ്വഹീഫതി മിനസ് സയ്യിആത്ത്, ആ ഏടിൽ അയാളിൽ നിന്ന് വന്നുപോയ എന്തെല്ലാം ചെറുപാപങ്ങളുണ്ടോ അതെല്ലാം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മായിച്ചു കളയുന്നതാണ്. നമുക്ക് മനസ്സിലായില്ല? കമ്പ്യൂട്ടറിൽ കുട്ടികൾ കണ്ടില്ലേ മൗസ് ഉപയോഗിച്ചിട്ട് മായ്ക്കണത്, എഴുതിയത് തന്നെ മായ്ക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ പണ്ട് കുട്ടികൾ റബ്ബർ ഉപയോഗിച്ചിട്ട് പെൻസിൽ കൊണ്ട് എഴുതിയത് മായ്ക്കാൻ കഴിയുള്ളൂ, അതന്നെ മായ്ക്കുക. നമ്മുടെ ഏടിൽ വന്നുപോയ സയ്യിഅത്തുകൾ മായ്ച്ചു കളയാൻ പറ്റാവുന്ന ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ തസ്കുന ഇലാ മിസ്ലിഹാ മിനൽ ഹസനാതി. അങ്ങനെ ഒരു ദിവസം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അയാളുടെ ഏടിൽ വന്നുപോയ എല്ലാ തിന്മകളും അത് മായ്ച്ചു കളയും. എന്നിട്ടോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പോയിരിക്കും ഇലാ മിസ്ലിഹാ മിനൽ ഹസനാത്ത്, അതുപോലെയുള്ള മറ്റൊരു ഹസനത്തിന്റെ അടുത്തത് പോയിരിക്കുന്നതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ശ്രദ്ധിച്ചോളൂ മറ്റൊരു ഹദീസ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയാണ് ഇത് ഉദ്ധരിക്കുന്നത്. ലൗ യഅലമുൽ മുദ്നിബൂന, തെറ്റ് ചെയ്യുന്ന ആളുകൾ അറിയുകയായിരുന്നെങ്കിൽ മാ ഫീ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വിശുദ്ധമായ വചനത്തിന്റെ മഹത്വം തെറ്റ് ചെയ്യുന്ന ആളുകൾ അറിയുകയായിരുന്നെങ്കിൽ അത് ഉച്ചരിക്കുന്നത് അവർ വർദ്ധിപ്പിക്കുമായിരുന്നു. കേട്ടോളിട്ടോ, ഒരു വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ ഒരു ദിവസം പറഞ്ഞാൽ അയാൾ 24 മണിക്കൂറും ചെയ്തു പോയ മുഴുവൻ ചെറുഭാവവും അല്ലാഹു പുറത്തു തരും. ആ ജാതി വചനമാണിത്. അത്ര വലിയ വചനമാണ്. ആകാശഭൂമികൾ അല്ലാഹു പിടിച്ചു നിർത്തുന്നത് ഈ വചനത്തിന് മുകളിലാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്ന ആളുകൾ ഈ വചനത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ജീവിതം മുഴുവൻ ഈ ദിക്ർ ചൊല്ലി അവരങ്ങനെ ജീവിച്ചു പോകുമായിരുന്നു. എന്താ പറഞ്ഞത്? കാരണം ഇന്നൽ ലൈല വന്നഹാറ, രാത്രിയും പകലും കൂടെ ചേർന്നാൽ 24 മണിക്കൂറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന വചനവും 24 ഹർഫ, 24 അക്ഷരങ്ങളാണ്. കുല്ലു ഹർഫിൻ മിൻഹാ, അതിൽ നിന്നുള്ള ഓരോ അക്ഷരങ്ങളും യുകഫിറു സാഅ, ഒരക്ഷരം ഒരു മണിക്കൂറിൽ വന്നുപോയ തെറ്റുകൾ പൊറുപ്പിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഒരു ദിവസം ഒരാൾ പറഞ്ഞാൽ 24 മണിക്കൂറിൽ അയാളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. പിന്നെയോ അവസാനിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ഭയപ്പെടുന്നതും നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളാണല്ലോ. പടച്ചോനെ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവേ എന്തായിരിക്കും അതിന്റെ സ്ഥിതി? നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് അമലിന്റെ കൂടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചേർത്ത് വെക്കുന്നത് ആ അമൽ അല്ലാഹു സ്വീകരിക്കാൻ ഇടയാകുന്നതാണ്, കാരണമാകുന്നതാണ്. അതേപോലെ തന്നെ ഏത് തെറ്റുകൾ വന്നു പോയാലും ആ തെറ്റുകൾക്ക് പിന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വർദ്ധിപ്പിച്ചാൽ ആ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ ഇടവരും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്നഹു മഹാനവറുകൾ പറയാൻ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, അബൂ ഹുറൈറ ലഖ്തിൽ മൗത, മരിച്ചവർക്ക് നീ തൽഖീൻ, മരിച്ചവർക്ക് നീ ചൊല്ലിക്കൊടുക്കുക, മരിക്കുന്നവർക്ക് നീ ചൊല്ലിക്കൊടുക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലഖ്തിൽ മൗത ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണമാസന്നമായ ആളുകളുടെ അടുത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൂ അബൂ ഹുറൈറ. ഫഇന്നഹാ തഹ്ദിമു ദുനൂബ,
അയാൾ മരിക്കാൻ കിടക്കുന്ന ആൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഹദുമൻ, ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം കരിച്ചുകളയും. ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാൻ, ഹാദാ ലിൽ മൗത, ഹബീബായ നബിയെ ഇത് മരിച്ചവർക്കുള്ളതാണല്ലോ. ഫകൈഫ ലിൽ അഹ്യായി, മരിക്കാൻ കിടക്കുന്ന ആളുകൾക്കല്ലേ അങ്ങീ പറഞ്ഞത്? മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് അത് ചൊല്ലിക്കൊടുത്താൽ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നല്ലേ? എന്നാൽ ജീവിച്ചിരിക്കുന്നവരൊക്കെ കാലയ മഹാനവറുകൾ പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവർ ഇത് ചൊല്ലിയാൽ അത് അവർ ചെയ്ത എല്ലാ പാപങ്ങളെയും കരിച്ചു കളയുന്നതാണ്, പൊറപ്പിച്ചു കളയുന്നതാണ്. ഇവിടെ മൗത്ത എന്ന് പറഞ്ഞാൽ മരണമാസന്നമായവർ ഒരർത്ഥം അങ്ങനെയാണ്. പിന്നെ മൗത്ത എന്ന് പറഞ്ഞ എന്താ? മൗത്ത എന്ന് പറഞ്ഞ എന്താ? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മരിച്ചവർ എന്നാണ്. മരിച്ചവർ എന്നാണ്. അപ്പം മരിച്ചവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക. അവരുടെ അടുത്ത് വെച്ച് നിങ്ങൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. എന്നാൽ അല്ലാഹു അവർ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കാൻ ഇടവരും. ആര്? ജീവിച്ചിരിക്കുന്ന മകൻ, ജീവിച്ചിരിക്കുന്ന ഭാര്യ, ജീവിച്ചിരിക്കുന്ന കുടുംബക്കാർ. അവർ ഈ മരണപ്പെട്ട ആൾക്ക് പുറത്തു കൊടുക്കണമെന്ന നിയ്യത്തിൽ അവർ അത് ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല, അല്ലാഹു പുറത്തെടുക്കൊന്നുമില്ല. അയാൾ ചെയ്ത മുഴുവൻ അയാൾ അനുഭവിക്കേണ്ടി വരും. എന്നാ പിന്നെ എന്തിനാ മയ്യത്ത് നിസ്കരിക്കണേ? മയ്യത്ത് നിസ്കരിക്കണേ എന്തിനാ? എനിക്ക് തിരിഞ്ഞിട്ടില്ല. മയ്യത്ത് നിസ്കാരം 40 മുഅ്മിനായ മനുഷ്യനൊരു മരിച്ച മയ്യത്തിന്റെ മേൽ നിസ്കരിച്ചാൽ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്ന 40 മുഅ്മിൻ. എന്റെ സഹോദരങ്ങളോട് പറയാം, നാളെ വയൽ അവസാനിക്കാൻ പോവാൻ. നിങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് മുഅ്മിനായ 40 ആളുകളുമായി നിങ്ങൾക്ക് സൗഹൃദ ബന്ധമുണ്ടാകണം. ശാന്ത വസിയത്താണ്. എന്തുകൊണ്ട്? മരിച്ചിട്ട് മുഅ്മിനീങ്ങളായ 40 ആളൊരാളുടെ മേൽ മയ്യിത്ത് നിസ്കരിച്ചാൽ അല്ലാഹുവിற்கு പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു പുറത്തു കൊടുക്കും. എന്താ മയ്യിത്ത് നിസ്കരിച്ചിട്ട് പറയണേ? തന്നെ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ ഫാത്തിഹ ഓതും. പിന്നെ രണ്ടാമത്തെ തക്ബീറിന് ശേഷം റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലും. മൂന്നാമത്തെ തക്ബീറിന് ശേഷം പിന്നെന്ത് ചെയ്യും? ഈ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യും. അപ്പൊ ഈ 40 ആളുകളുടെ ദുആ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുള്ള അല്ലെ ഒന്നാമത്തെ തക്ബീറിന് ശേഷം എന്താ? ഒന്നാമത്തെ തക്ബീറിന് ശേഷം എന്താ? തല അല്ലാഹു തന്നത് ചിന്തിക്കാനാ, തലച്ചോറ് അല്ലാഹു തന്നത് ആലോചിക്കാന്. പഠിച്ചോനെ, ബുദ്ധിയുള്ളവരെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഉൾപ്പെടുത്തണേ റബ്ബേ. എന്തിനു വേണ്ടിയായിരുന്നു ഒരുപാട് കാലം സ്റ്റേജ് കെട്ടിയത്? എന്തിനു എതിരെയായിരുന്നു പേന ഉന്തിയത് എന്ന് ചിന്തിക്കാൻ നല്ലതാ. ആദ്യത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതി. രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഫാത്തിഹ ഓതി. രണ്ടാമത്തെ തക്ബീറിന് ശേഷമോ സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിന്റെ മേൽ ഫാത്തിഹയും സ്വലാത്തും ഓതി കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. മൂന്നാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുവേ ജാഗിദ് പുറത്തു കൊടുക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലാ. 40 ആളുകൾ അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കാതിരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, 200 ആളുകൾ ഒരുമിച്ച് കൂടി കുടുംബത്തിൽപ്പെട്ടോല് എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, പഠിച്ചോനെ അതിന്റെ കൂലി ഞങ്ങളുടെ സഹോദരന് നീ കൊടുക്ക റബ്ബേ എന്ന് പറഞ്ഞു. എന്നിട്ടല്ലാ ഞങ്ങൾ ഈ ചൊല്ലിയ തഹ്ലീൽ കാരണം അയാൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അല്ലാഹു ആ തഹ്ലീലിന് നേരെ മുഖം തിരിഞ്ഞു നോക്കുക പോലുമില്ലെന്നോ? എന്തായി പ്രചരിപ്പിച്ചതും പറഞ്ഞതും എത്ര ഗൗരവമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബോധം നൽകണേ അല്ലാഹ്. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ തങ്ങളെ മരിച്ചവർക്ക് വേണ്ടി അത് ചൊല്ലിയാൽ പോലും വലിയ ഗുണമാണ് അവർക്ക് അന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ മറ്റൊരു ഹദീസ്, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. അന്നഹു ഖാല ലൗ ജാഅ ലാ ഇലാഹ മഹാന ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ ജാഅ ഖായിലു ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാദിഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആത്മാർത്ഥമായി പറഞ്ഞ ആൾ വന്നാൽ,
അയാളുടെ മുഖമുദ്ര തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അങ്ങനെയുള്ള ആൾ വന്നു ബിഖുറാബിൽ അർളി ദുനൂബ, ഭൂമി നിറയെ പാപങ്ങളുമായി കടന്നു വന്നാൽ ലഗഫറല്ലാഹു ലഹു ദാലിക, അല്ലാഹു അയാൾക്കത് മുഴുവൻ പുറത്തു കൊടുക്കും. ഖാല അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, യഖൂലുല്ലാഹ്, ഖുദ്സിയായ ഹദീസാണ്, അല്ലാഹു പറയുന്നുണ്ട്, ഇബ്ന ആദം, ഓ ആദമിന്റെ മകനെ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമി നിറയെ നീ പാപങ്ങളുമായി എന്റെ അടുത്തേക്ക് വന്നു, സുമ്മ ലഖീതനി, ഞമ്മക്കൊക്കെയുള്ള പ്രതീക്ഷയാണ്, സാധാരണക്കാരായ ഞമ്മക്കൊക്കെയുള്ള പ്രതീക്ഷയാണ്, സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ, പിന്നെ നീ എന്നെ കണ്ടുമുട്ടിയത് ലാ തുശ്രികു ബി ശൈആ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിത്തറയിലാണ് നീ എന്നെ കണ്ടുമുട്ടിയതെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി നിറയെ പാപമോചനം നൽകി ഞാൻ നിന്നെ സമീപിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന പാപങ്ങളല്ലേ, ആ പാപങ്ങളെ കരിച്ചു കളയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിയും. അപ്പോ റോട്ടി ഉണ്ടാകുമ്പോ സല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ നേരത്തെ കല്ലായി സാഹിബോടെ പറഞ്ഞില്ലേ, മഹാനായ ശംസുൽ ഉലമാ നബ്ബറല്ലാഹു മർഖദ, മഹാനവരകളെ കുറിച്ച്, മഹാനവരകളുടെ വണ്ടിയിൽ ഡ്രൈവറായി പോയിരുന്ന ആളെ ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു, സദാസമയവും മൗനമാണ്, കയ്യിലുള്ള തസ്ബീഹ് ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കും. എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മഹാൻ കേരളത്തിന് പറഞ്ഞുകൊടുത്ത, ലോകത്തിന് പറഞ്ഞുകൊടുത്ത വിജ്ഞാനത്തിന്റെ പ്രഭവ കേന്ദ്രമായി, ആ വിജ്ഞാനത്തിന്റെ നൂറായി, അതിന്റെ അടിസ്ഥാനമായി നിലകൊണ്ടത് ആ ചൊല്ലിയതിക്കലാണ്. ആ മഹാനുഭാവൻ നടത്തിയ ഏതൊരു പ്രവർത്തനവും വിജയിച്ചതിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം പറഞ്ഞില്ലേ, വഫാത്താകുന്ന സമയത്ത് ജനിച്ചപ്പോ എന്തായിരുന്നോ കേട്ടത്, അതുതന്നെയാണ് വഫാത്താകുന്ന സമയത്തും ആ മഹാൻ കേൾക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുമ്പോ, സുബൈ ബാങ്ക് കൊടുക്കുന്ന ആൾ പറഞ്ഞപ്പോ അതിനോടൊപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ മഹാൻ കണ്ണടച്ചത് എന്ത്? ജീവിതം മുഴുവൻ ഈ തഹ്ലീലായിരുന്നു ആ മഹാന്റെ. റബ്ബ് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പഠിപ്പിക്കുകയാണ്, ദുആ ആർക്കെങ്കിലും അവരുടെ ദുആ സ്വീകരിക്കപ്പെടണമെന്ന താല്പര്യമുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി. അതാണ് ഏത് ദുആ സമ്മേളനത്തിൽ പോയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്തിഗ്ഫാർ കഴിഞ്ഞാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ കേരളത്തിൽ ഒരു ദുആ സമ്മേളനം നടക്കാറുണ്ടോ? ഇല്ല. എന്താണ് ഇതിന്റെ കാരണം? അതിന്റെ പിന്നിലുള്ള ഹദീസുകളാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ യഅല ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാ, എന്നോട് എന്റെ വാപ്പ ശദ്ദാദ് പറയുകയാണ്, കുന്നാ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫഖാല, അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് ചോദിച്ചു, ഹൽ ഫീകും ഖരീബൻ, ഏതെങ്കിലും അറിയാത്ത, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? നമ്മുടെ നാട്ടുകാരനല്ലാത്ത അപരിചിതനായ ആരെങ്കിലും ഈ സംഘത്തിലുണ്ടോ? ഖാലു, അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, യാനി അഹ്ലുൽ കിതാബ്, അതായത് ജൂതരോ ക്രൈസ്തവരോ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. സ്വഹാബികൾ പറഞ്ഞു, ഇല്ല യാ റസൂലല്ലാഹ്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, ഖുൽനാ ലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, ഇല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല നബിയേ. ഫഅമറ ബിഖൽഖിൽ ബാബി, റസൂലുള്ളാഹി ഇരുന്നിരുന്ന ആ സദസ്സിൽ വെച്ച് പറഞ്ഞു, വാതിലങ്ങ് അടച്ചുകളയൂ, വാതിലങ്ങ് അടക്കൂ എന്ന് പറഞ്ഞു. വാതിലടച്ചു. വഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഫഅമറ ബിഖൽഖിൽ ബാബി, വാതിലടക്കാൻ പറഞ്ഞു.
വഖാല, എന്നിട്ട് പറഞ്ഞു ഇർഫഉ ഐദിയക്കും, എല്ലാവരും കൈ പൊക്കി പിടിക്കുന്നു, എല്ലാവരും കൈ പൊക്കി പിടിക്കൂ. വഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാവരും കൈ പൊക്കി പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുവെന്ന് പറഞ്ഞു. ഫറഫഅന ഐദിയന സഅതൻ, ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു സമയം വരെ ഞങ്ങൾ ഞങ്ങളുടെ കൈ പൊക്കി ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരുപാട് സമയം ചൊല്ലി. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്. പിന്നെ റസൂലുള്ള ദ്വാരക്കാണ് ഹദീസുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ദ്വാരക്ക, കൂട്ടുപ്രാർത്ഥനക്കെതിരെ വാളോങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് കൂട്ടുപ്രാർത്ഥനയാണിത്. ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആരെങ്കിലും എവിടെങ്കിലും എഴുതി വെച്ചതല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൈ പൊക്കൂ, എന്നിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ. ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ അത് ചൊല്ലി. പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് വഖാല അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലി. എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ഇന്നക ബഅതനി ബിഹാദിഹിൽ കലിമ, പടച്ചോനെ നീ എന്നെ നിയോഗിച്ചത് ഈ വചനവുമായിട്ടാണല്ലോ. വബഅതനി അലൈഹൽ ജന്ന, ഈ വചനത്തിന് പകരമായി നീ എനിക്ക് സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ റബ്ബേ. വഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, നീ ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ലല്ലോ. സുമ്മ ഖാല, പിന്നെ റസൂൽ അവിടെ കൂടെ സ്വഹാബികളോട് പറഞ്ഞു അബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക, ഫഇന്നല്ലാഹ ഖദ ഗഫറ ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്, എണീച്ചു പോയിക്കോളി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഇന്നത്തെ ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ നമ്മൾ ഈ സദസ്സിന് പിരിഞ്ഞു പോവാ. അബ്ശിറൂ ഫഇന്നല്ലാഹ ഖദ ഗഫറ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ടാകും. അബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക, ഫഇന്നല്ലാഹ ഖദ ഗഫറ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ജദ്ദിദു ഈമാനകും വനവ്വിറൂ ഖുലൂബകും ബിഖൗലി ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله. ഈ കേട്ടോട്ടോ, ഇത് ചൊല്ലിയാറുള്ള സദസ്സിന്റെ മഹാത്മ്യം എന്താണ്? ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അത്തസ്ബീഹു നിസ്ഫുൽ മീസാൻ, സുബ്ഹാനല്ലാഹ് ഒരാൾ പറഞ്ഞാൽ മീസാനിന്റെ പകുതിയാകും. എന്നാൽ ബഖീല, എന്നിട്ടോ വൽഹംദുലില്ലാഹ് എന്നത് തംലഉഹു, മീസാനിനെ നിറച്ചു കളയും. മീസാൻ എന്ന ത്രാസിനെ നിറക്കും അൽഹംദുലില്ലാഹ് എന്നതിന്റെ പ്രതിഫലം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പ്രതിഫലം ലൈസ ലഹാ ദൂനല്ലാഹി ഹിജാബുൻ, അതിന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു മറയില്ലേ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ നേരത്തെ 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ലേ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിനോട് കൂടെ അല്ലാഹുവിന്റെയും നമ്മുടെയും ഇടയിലുള്ള മറയങ്ങ് നീങ്ങും. പിന്നെ എന്ത് ചോദിച്ചാലും ആ ദുആക്കെല്ലാം ഉത്തരമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഓരോ ഭാഗത്തു നിന്ന് ഓരോ ഹദീസ് പറയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ ഭാഗത്തു നിന്ന് ഓരോ ഹദീസ് ചൊല്ലാം. അപ്പൊ ജീവിതം മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം. ശ്രദ്ധിച്ചോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സർവ്വ വിനാശങ്ങളിൽ നിന്നുമുള്ള രക്ഷയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുഭാഗത്തും നിർമ്മിക്കുന്ന കോട്ടയാണ്. നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മൾ നിർമ്മിക്കുന്ന കോട്ടയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വചനം ഹിർസുൻ മനീഉൻ, അത് ശക്തമായ കോട്ടയാണ്. വഹിസ്സുൻ ഹസീനുൻ, ഫമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ചൊല്ലിയാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മിൻ കുല്ലി സൂഇൻ, അയാൾക്ക് വെറുപ്പുള്ള എല്ലാ കാര്യത്തിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തും. എന്താ കാരണം? ഖൗലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമാണ് അതിന്റെ കാരണം, അതിന്റെ തെളിവ്. എന്താ റസൂലുള്ള പറഞ്ഞത്? മജ്ജിദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ തംജീദ് ചെയ്യുക. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ധാരാളം ചൊല്ലിക്കോളൂ. ഫഇന്നല്ലാഹ തബാരക വ തആല, കാരണം അല്ലാഹു യഖൂലു, റബ്ബ് പറയുന്നുണ്ട്, ഹിയ ഹിസ്നി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എന്റെ കോട്ടയാണ്. വമൻ ദഖല ഹിസ്നി, ആരെങ്കിലും എന്റെ കോട്ടയിലേക്ക് കടന്നാൽ അമിന മിൻ അദാബി, എന്റെ ശിക്ഷയിൽ നിന്നയാൾ നിർഭയനായി എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തൗബയാണ്. ഒരു 5 വട്ടവും കൂടെ ചൊല്ലൂ. ജദ്ദുദു ഈമാനകും വനബ്ബിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കേട്ടോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തൗബയാണ്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. വേഗം പറഞ്ഞു പോട്ടെ, അതീത് മാത്രം എന്റെ വക ഞാനൊന്നും പറയുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കേൾക്കാൻ കഴിഞ്ഞല്ല റബ്ബേ. ഉമ്മത്തിലായി മരണപ്പെടാനുള്ള സൗഭാഗ്യം നീ തരണേ അല്ലാ. സൂറത്തു ഗാഫിറിന്റെ തുടക്കമാണത്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. അസീസും അലീമുമായ അല്ലാഹുവാണ് ഈ ഗ്രന്ഥം ഇറക്കി തന്നത്. ഗാഫിരിദ് ദംബി, അവൻ ദോഷം പുറത്തു കൊടുക്കുന്നവനാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഗാഫിരിദ് ദംബി, അല്ലാഹു ദോഷം പുറത്തു കൊടുക്കും. ലിമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോൻ അല്ലാഹു ദോഷം പുറത്തു കൊടുക്കും. വഖാബിലിത് തൗബി, അല്ലാഹു തൗബ സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ്. ലിമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് തൗബ ചെയ്ത ആളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നവനാണ്. ശദീദുൽ ഇഖാബി, അതിശക്തമായ ശിക്ഷിക്കുന്നവനുമാണവൻ. ആരേ? ലിമൻ ലം യഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ മടിച്ചവനെ അതികഠിനമായ ശിക്ഷ കൊണ്ട് അല്ലാഹു ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ് എന്ന് മഹാന്മാർ അതിന്റെ വ്യാഖ്യാനം നൽകിയതായി കാണാൻ കഴിയും. അതൊക്കെ എല്ലാവർക്കും ഒരു കവർ തരുന്നുണ്ട്. ആ കവർ വാങ്ങിച്ചു അതിൽ ചില കണക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാം. അബൂദർ റളിയല്ലാഹു അൻഹു പറയാം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ ഞാൻ ചെന്നു. റസൂലുള്ള ഉറങ്ങുകയാണ്. വഅലൈഹി തൗബുൻ അബീദ്, വെള്ള വസ്ത്രമുണ്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ. ഞാൻ കയറി ചെല്ലുമ്പോൾ റസൂലുള്ള ഉറങ്ങുകയാണ്. തുമ്മ അതൈതുഹു സാനിയ, ഞാൻ തിരിച്ചു പോന്ന് പിന്നെയും ചെന്നു. ഫഇദാ ഹുവ നായിമുൻ, അപ്പോഴും റസൂലുള്ള ഉറങ്ങുകയാണ്. തുമ്മ അതൈതുഹു താലിദ, 3-ാം തവണ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു. വഖദിസ്തൈഖല, അപ്പ റസൂലുള്ള അങ്ങനെ ഉണർന്നിരിക്കുകയാണ്. ഫജലസ്തു ഇലൈഹി, ഇപ്പൊ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തിരുന്നു. ശ്രദ്ധിച്ചോളൂ, നമുക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണ്. ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തിരുന്നു. ഫഖാല, അപ്പ ഹബീബായ നബി എന്നോട് പറഞ്ഞു, മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അബൂദർറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാല് പറഞ്ഞു. സുമ്മ മാത, പിന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്താൽ, അലാ ദാലിക, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ മേൽ തന്നെ ഒരാൾ മരിക്കുകയും ചെയ്താൽ, ഇല്ലാ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ കടക്കുക തന്നെ ചെയ്യും. ഇത് റസൂലുള്ള പറഞ്ഞപ്പോ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയാ, എനിക്കൊരു സംശയം. ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, മരിക്കാൻ പോണ സമയത്ത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ അല്ലാഹു അയാൾക്ക് എല്ലാം പുറത്തു കൊടുക്കുമെന്നോ നബിയെ? റസൂലുള്ള പറഞ്ഞു, അതെ. ഞാൻ ചോദിച്ചു, വഇൻ സനാ വഇൻ സരിഖ, അയാൾ കളവ് നടത്തുകയും വ്യഭിചരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലോ? ഖാല, നബി പറഞ്ഞു, വഇൻ സനാ വഇൻ സരിഖ, അയാൾ കളവ് നടത്തുകയും വ്യഭിചരിക്കുകയും ചെയ്ത ആളാണെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കും. അബൂദർ തങ്ങൾ പറയാണ്, എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പിന്നെയും ചോദിച്ചു റസൂലുള്ളാഹിനോട്, നബിയെ, റസൂലുള്ള ഉറങ്ങി എഴുന്നേറ്റ സമയല്ലേ, റസൂലുള്ള ബോധത്തോടു കൂടെ തന്നെയല്ലേ പറയുന്നത് എന്നെനിക്ക് തോന്നി. ഞാൻ പിന്നെയും ചോദിച്ചു, ഹബീബായ നബിയെ, വഇൻ സനാ വഇൻ സരിഖ, അയാൾ വ്യഭിചരിക്കുകയും കളവ് നടത്തുകയും ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കുമോ നബിയെ? റസൂലുള്ള പറഞ്ഞു, വഇൻ സനാ വഇൻ സരിഖ. എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ പിന്നെയും ചോദിച്ചു, വഇൻ സനാ വഇൻ സരിഖ. റസൂലുള്ള പറഞ്ഞു, വഇൻ സനാ വഇൻ സരിഖ. റസൂലുള്ള മൂന്നാമതും പറഞ്ഞു, അബൂദർറെ, കളവ് നടത്തുകയും വ്യഭിചരിക്കുകയും ചെയ്ത
ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കും. മരിക്കുമ്പോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയാൽ, അല്ലെങ്കിൽ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചാണ് അതിന്റെ ശിക്ഷ മുഴുവൻ കഴിഞ്ഞിട്ട് അല്ലാഹു അയാളെ പുറത്തു കൊടുക്കും. മൂന്നാം തവണയും ഞാനിത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു, അലാ റഗ്മി അംഫി അബീദർ. ദേഷ്യം പിടിക്കുമ്പോൾ പറയണാണ് അറബികൾ, അലാ റഗ്മി അംഫി അബീദർ, അബൂദറിന്റെ മൂക്ക് നിലത്ത് കുത്തതേ എന്നതിന്റെ അർത്ഥം. അബൂദറേ, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അത് കേട്ട ഉടനെ റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഇത് പറഞ്ഞുകൊണ്ടാണ് അത്രേ വെളിയിലേക്ക് ഇറങ്ങിയത്. റഗിമ അൻഫു അബീദർ, റഗിമ അൻഫു അബീദർ, റഗിമ അൻഫു അബീദർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെളിയിലേക്ക് ഇറങ്ങിയത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ വചനം അത് എല്ലാ പാപങ്ങളെയും പൊറുപ്പിച്ചു കളയുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ മരിക്കാൻ പോകുന്നവർക്ക് ഈ വചനം ചൊല്ലിക്കൊടുക്കണേ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എല്ലാ ഇബാദത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് ഏതു കാര്യങ്ങളും സാധിച്ചു കിട്ടണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ദോഷം പൊറുക്കണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗബ സ്വീകരിക്കപ്പെടണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ദിവസം എത്ര തവണ ചൊല്ലണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. വിഷയം തീർന്നിട്ടില്ല. ഖബർ വരെ നമ്മൾ പറയുന്നുള്ളൂ. ഖബറിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്യുന്നു എന്നതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്നഹു ഖാല മൻ ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരാൾ ഒരു ദിവസം 10 വട്ടം ചൊല്ലിയാൽ 10 മർറാത്തിൻ കാന കമൻ അതക 4 അൻഫുസിൻ മിൻ വൽദി ഇസ്മാഈൽ. റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട 4 ആളുകളെ 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു അയാൾക്ക് നൽകും എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാ കേട്ടോളൂ, 100 തവണയാണ്. വേറെ ഹദീസാണ്, ഹദീസ് ഞാൻ ഓതുന്നില്ല, മാക്സിമം സമയം ഉപയോഗപ്പെടുത്താനാണ്. 100 തവണയാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിലോ കുല്ലയോ 100 തവണ ഒരാൾ ഇത് ചൊല്ലിയാൽ കാനത്തുലഹു അദ്ലു 10 റഖാബിൻ 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം. വകുതിബത ലഹു 100 ഹസന 100 നന്മ അയാളുടെ ഏടിൽ അല്ലാഹു എഴുതി വെക്കും. വമുഹയ്യത്തു 100 സയ്യ 100 തിന്മ അല്ലാഹു അയാളുടെ ഏടിൽ നിന്നും അയച്ചു കളയും. വകാനത്തുലഹു ഹിർസൻ മിന ശൈത്താൻ പിശാചിൽ നിന്ന് ഇത് അയാൾക്ക് കാവലാകും എന്ന് നബിയുനാ റസൂലുള്ളാഹി. യൗമഹു ദാലിക ആ ദിവസം പിന്നെ പിശാചവന്റെ അടുത്ത് വരില്ല. മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഉമ്മമാരെ, പിശാചിന്റെ ശല്യം വീട്ടിലുണ്ട്, എന്നിലുണ്ട് എന്ന് പറയാറില്ലേ? ഇത് 100 തവണ ഓരോ ദിവസം ചൊല്ലിയാൽ അന്ന് പിശാച് പിന്നെ വഴിക്ക് വരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ ചൊല്ലിയ ആളാണോ വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് കാവലുണ്ടാകും. വൈകുന്നേരം ചൊല്ലിയ ആളാണോ രാവിലെ വരെ കാവലുണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ 10 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ചൊല്ലാം, 100 ചൊല്ലാം, 200 ചൊല്ലാം. ഹദീസുകളിൽ വേറെ ചില ഹദീസുകളിൽ 200 എന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് 200 തവണ ഒരാൾ ചെയ്താൽ എല്ലാ ദിവസവും ചൊല്ലിയാൽ ലം യസ്ബഖു അഹദുൻ കാന ഖബല വലാ യുദ്രികു അഹദുൻ കാന ബഅദ. അയാളുടെ മുമ്പോ അയാളുടെ കാലശേഷമോ കടന്നു വരുന്ന ഒരാൾക്കും അയാളെ മറികടക്കാൻ കഴിയില്ല പ്രതിഫലത്തിലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ദിക്റുകൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഇങ്ങനെ ജീവിതം മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിറഞ്ഞു കടന്നാൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ, സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് നബിയേ എന്നൊരു സ്വഹാബി റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അൻതമൂത വലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നീ ദിക്റോടുകൂടെ മരിക്കലാണ്. ദിക്റ് ചൊല്ലി നിനക്ക് മരിക്കാൻ കഴിയുമോ? അത് നിനക്ക് കഴിയലാണ് ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ കടക്കും എന്നല്ല. ശ്രദ്ധിക്കണം, ദഖലൽ ജന്ന, യദ്ഖുലുൽ ജന്ന എന്നല്ല. സ്വർഗ്ഗത്തിൽ കടക്കും എന്നാണെങ്കിൽ റസൂലുള്ളാഹി യദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞാൽ മതി. റസൂലുള്ളാഹി അറബി തിരിയാത്തത് കൊണ്ടല്ല. മൻ കാന ആഖിറു കലാമിഹി, മൻ കാന ആഖിറു കലാമിഹി, ഒരാളുടെ ഭൂമിയിൽ നിന്നുള്ള അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അയാൾ ആ പറയുന്നതോടുകൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ സൗഭാഗ്യം തരണേ റബ്ബേ. ഈ സദസ്സ് ഒത്തുചേർന്നത് റബ്ബേ, ആ സൗഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യുവാനാണ്. നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെ പറഞ്ഞു നിർത്താൻ, എവിടെ പറഞ്ഞു നിർത്താൻ പറഞ്ഞു തീരില്ല. അല്ലാഹുവേ, അതിന് വേണ്ടി ദുആ ചെയ്യാനാ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നത്. പടച്ച റബ്ബേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർ ആമീൻ ചൊല്ലുന്നവരുണ്ടല്ലാ, അവരുടെ ആമീന്റെ ഗുണവും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കും നീ അതിന്റെ സൗഭാഗ്യം നൽകണേ റബ്ബേ. അതുകൊണ്ട് നിങ്ങൾക്ക് മരിക്കുമ്പോ ഇത് ചൊല്ലാൻ കഴിയുമോ? നിങ്ങളത് ചൊല്ലണം എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊരു ഹദീസ് കേൾക്കണം, അത് മരിക്കുമ്പോൾ അങ്ങോട്ട് ചൊല്ലാൻ കഴിയില്ല. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, വ്യഭിചരിച്ചാലും കളവ് നടത്തിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ സ്വർഗ്ഗത്തിൽ കിടക്കും, അല്ലാഹ് ദോഷമൊക്കെ പുറത്തിരുന്നല്ലേ പറഞ്ഞത് എന്ന് നമ്മൾ ആശ്വസിക്കുമെന്നാൽ ഈ ഹദീസ് ഒന്ന് കേൾക്കണേ നിങ്ങൾ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലഖിൽ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏതൊരാൾ മരിക്കാൻ കിടക്കുമ്പോഴും നിങ്ങൾ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. വബശ്ശിറൂഹും ബിൽ ജന്ന, അത് ചൊല്ലിയ സ്വർഗ്ഗമുണ്ട് എന്ന് അവരോട് പറയുകയും ചെയ്യണം. എന്താ കാരണം? ഫഇന്നൽ ഹകീമൽ അലീമ മിനർ റിജാലി വന്നിസാഇ, വലിയ തന്ത്രജ്ഞരായ പുരുഷന്മാർ സ്ത്രീകൾ പോലും യതഹയ്യറു ഇൻദ ദാലികൽ മസ്റഈ, ആ ശരീരത്തിൽ നിന്ന് അസ്റായിൽ റൂഹ് പിടിച്ചു വലിക്കുമ്പോ അവരാകെ തഹയ്യുറാകി പോകും, അവരാകെ അങ്കലാപ്പിലായി പോകും. ആ സമയത്തത് ചൊല്ലാൻ കിട്ടില്ല. അതുകൊണ്ട് ഏത് മുഅ്മിനാണോ ആ മുഅ്മിനായ മനുഷ്യന്റെ അടുത്ത് വെച്ച് പോലും നിങ്ങളിത് ചൊല്ലിക്കൊടുക്കണം, അയാൾക്ക് ഓർമ്മയാവാൻ, ആ വെപ്രാളത്തിൽ ഇത് മറന്നു പോകാതിരിക്കാൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടത് അവസാനത്തെ വാക്കാകണോ? ജീവിതം മുഴുവൻ ഇത് മുറുകെ പിടിക്കണം. എല്ലാ ഘട്ടത്തിലും ഒരു ജീവിതത്തിലുണ്ടാകണം. എങ്കിലേ മരിക്കാൻ സമയത്തും നമുക്ക് ഉച്ചരിക്കാനും കഴിയുകയുള്ളൂ. മഹാനായ സുനാബിഹി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി മഹാനവർകൾ വഫാത്താവാൻ കിടക്കുകയാണ്. ആ സമയത്ത് ഞാൻ മഹാനവർകൾ റൂഹ് പിടിക്കപ്പെടുന്ന ഘട്ടത്തിലാണ്. ആ സമയത്ത് ഞാൻ മഹാനവർകളുടെ സന്നിധിയിലേക്ക് കയറി ചെന്നു. ഞാൻ ആ രംഗം കണ്ടപ്പോ കരഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? റസൂലുള്ളാഹിയിൽ നിന്ന് ഏതൊരു ഹദീസ് കേട്ടാലും ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ, അത് കേട്ടോളോ എന്ന് പറഞ്ഞു മഹാനായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു സുനാബിഹി എന്ന് പറയുന്നത് എന്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? മഹാനവറുകൾ പറഞ്ഞു, സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു, മൻ ശഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് കറമല്ലാഹു അലൈഹിൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നായാൽ അയാൾക്ക് അല്ലാഹു നരകം നിഷിദ്ധമാക്കുമെന്ന് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറയാ. റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഞാനത് കേട്ടുവന്ന് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോടും സഹോദരിമാരോടും എന്നോടും പറയുകയാണ്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകാൻ ഈ നിമിഷം മുതൽ നമ്മൾ പണിയെടുക്കണേ. ഇതൊരു വല്ലാത്ത ഘട്ടമാണ്. അല്ലാഹുവിന്റെ പ്രത്യേക സഹായമുണ്ടായില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ചോദിച്ചാൽ അവർ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി പണിയെടുത്തവരെയാണ്. മഹാനായ ഇമാം മുസ്ലിയാർ, അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. മഹാനായ ഇമാം മുസ്ലിയാർ, നമുക്കറിയാമല്ലോ, സമസ്തയുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനം നടക്കുന്ന നഗരിയിൽ നിന്ന്, വേദിയിൽ നിന്നല്ലേ വേദന വന്നു പോകുന്നത്. വേദന വന്നു, അസ്വസ്ഥത വന്നു, സ്വാഗതം പറയേണ്ട ആളായിരുന്നു ആ മഹാൻ. വേദന വന്നപ്പോ ആംബുലൻസ് കൊണ്ടുവന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസിൽ വെച്ചാണ് മരിക്കുന്നത്. മരിക്കുന്ന സമയം അടുത്തുണ്ടായിരുന്ന ആംബുലൻസിന്റെ ഡ്രൈവർ പോലും പറയാൻ, അടുത്തുണ്ടായിരുന്നവർ 3 തവണയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 തവണ ഉച്ചരിച്ചാണ് മഹാൻ കണ്ണടച്ചത്. ഞാൻ പറയട്ടെ, ഓരോ നാട്ടിലും മദ്രസകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സെക്രട്ടറിമാരില്ലേ, ജോയിന്റ് സെക്രട്ടറിമാരില്ലേ, കമ്മിറ്റി ഭാരവാഹികളില്ലേ, മദ്രസ കടത്തിലാണ്, മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസമാണ്. ഞാൻ നിങ്ങൾക്ക് പറയട്ടെ, അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തന്ന സന്തോഷ വാർത്തയാണത്. മഹല്ലിന് വേണ്ടി, മദ്രസക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വചനം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ആ ഒരു നന്മ ആത്മാർത്ഥമായി ചെയ്താൽ, കളങ്കമില്ലാതെ ചെയ്താൽ, റബ്ബിനെ പേടിച്ചു ചെയ്താൽ, അതിന് വേണ്ടി നിലകൊണ്ട മഹാന് കൊടുത്ത സൗഭാഗ്യം അല്ലാഹു തരും എന്ന് പഠിപ്പിക്കുവാനാണ്, കാണിച്ചു തന്നതാണ് മഹാനായ വല്യാപ്പള്ളി പി പി ഇബ്രാഹിം ഉസ്താദ്. അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. എത്ര ഹോസ്പിറ്റലിൽ പോകൂ നിങ്ങൾ. പി പി ഇബ്രാഹിം മുസ്ലിയാർ മരിച്ചത്, സമസ്തയുടെ ട്രഷററായിരുന്ന മഹാൻ മരിച്ചത് ഏത് ദിവസമാണെന്ന രജിസ്റ്റർ എടുത്തു നോക്കൂ നിങ്ങൾ. പാറന്നൂർ ഇബ്രാഹിം ഉസ്താദ് ഏത് ഡേറ്റിലാണ് മരിച്ചത് നിങ്ങൾ എടുത്തു നോക്കൂ. എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ രജിസ്റ്റർ എടുത്തു നോക്കിയാൽ പാറന്നൂർ പി പി ഇബ്രാഹിം ഉസ്താദ് വഫാത്തായ ഡേറ്റ് എടുത്തു നോക്കിയിട്ട് ആ ഡേറ്റിൽ അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന നഴ്സ് മരിക്കുന്ന സമയത്ത് റൂമിലുണ്ടായിരുന്ന ആൾ ആരാണ് എന്ന് നിങ്ങളൊന്ന് ചോദിക്കൂ. എന്നിട്ട് ആ നഴ്സിനോട് പോയി ചോദിക്കാം, മനുഷ്യൻ മരിച്ച അവസാനം എങ്ങനെയായിരുന്നു? നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഓർമ്മ വരും. അമുസ്ലിമാണോ അവർക്ക് ഓർമ്മ വരും. എന്തോ ഉറക്കെ ചൊല്ലിയിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. എന്താ ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതം തന്നെ ഈ തൗഹീദിന് വേണ്ടി മാറ്റിവെച്ചവരായിരുന്നവർ, അല്ലാഹു അവർക്ക് നൽകിയ സൗഭാഗ്യമാണത്. നേരത്തെ പറഞ്ഞില്ലേ സംസുല്ലമയെ കുറിച്ചും കണ്ണിയത്തുത്താദിനെ കുറിച്ചൊക്കെയും നേരത്തെ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഇതാവണം. അങ്ങനെ മരിച്ചിട്ട് മയ്യിത്ത് കെട്ടിൽ കയറി കിടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ, അങ്ങനെ മരിച്ചു കിടക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ചേർത്തി തരണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്നതേ നമ്മൾ പറഞ്ഞുള്ളൂ. വിഷയം അവിടെ നിൽക്കുന്നതല്ല. ഇതിന്റെ 2ാം ഭാഗം പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണം മുതൽ പുനർജന്മം വരെ. അത് വേറെ വിഷയം, പാർട്ട് 2. ഈ വിഷയത്തിന്റെ 2ാം ഭാഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണം മുതൽ പുനർജന്മം വരെ. വിഷയത്തിന്റെ 3ാമത്തെ ഭാഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പുനർജന്മം മുതൽ സ്വർഗം വരെ എന്നത് ഈ വിഷയത്തിന്റെ 3ാമത്തെ ഭാഗമാണ്. നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ടിൽ ഈ 2ഉം വരാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അല്ലാഹു സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈ വിഷയത്തിന്റെ 2 പാർട്ടും നമ്മുടെ ഈ വിഷയത്തിന്റെ തലക്കെട്ടിൽ വന്നിട്ടില്ല. തലക്കെട്ടിൽ വരാത്തത് കൊണ്ട് ഞാൻ പറയില്ല. വരാത്തോണ്ട് പറഞ്ഞൂടെ, പറയുന്നതിന് വിരോധമില്ല. സമയം കഴിഞ്ഞുകൊണ്ടാണ് പറയാത്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനുയായികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ നീ ചേർത്തി തരണേ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ഇരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ദ്വാരന്നിട്ട് പോവാൻ. നമ്മൾ ഇന്നത്തെ സദസ്സ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. ജീവിതം മുഴുവൻ അതിനായി
അതിനായി മാറ്റിവെക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കുറച്ച് ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റ് വേഗം വായിക്കണം. ഇത് ലണ്ടനിൽ നിന്നൊരു സഹോദരൻ കൊടുത്തയച്ചതാണ്. എല്ലാ ദിവസവും ലണ്ടനിൽ നിന്ന് നമ്മുടെ വായു കേൾക്കുന്ന ഒരു സഹോദരനുണ്ട്. 2-3 കൊല്ലമായി അദ്ദേഹം ലണ്ടനിലേക്ക് പോയിട്ട് എന്റെ വലിയൊരു സുഹൃത്താണ് മുഹമ്മദ് റാഫി എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹം ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് 6666 റുപ്യ അല്ലേ, ഇത് അത്രയല്ലേ, 6000 അല്ലെ 10,000, 6666 റുപ്യ സഹോദരൻ ഈ സദസ്സിലേക്ക് കൊടുത്തയച്ചത്. ലണ്ടനിൽ വയല് കേൾക്കാൻ പറഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ 6 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഈ സമയത്തെ വയലുകൾ കേൾക്കണമെങ്കിൽ പാതിരിക്ക് ഉറക്കു വെച്ചിട്ട് നിൽക്കണം എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലുള്ള ചെറുപ്പക്കാരന്റെ സ്നേഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം പകരമായി ലഭിക്കുന്ന സ്നേഹമാക്കി കൊടുക്കുമാറാകട്ടെ. 6666 റുപ്യ സഹോദരൻ സദസ്സിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. എന്ത് ലക്ഷ്യത്തിലാണ് നൽകിയതെങ്കിലും അല്ലാഹുവേ എന്ന ലക്ഷ്യം പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ മുഹമ്മദ് റാഫി ഓന് ലണ്ടനിൽ പോണതിന് മുമ്പ് എല്ലാ കൊല്ലത്തെ റമദാന്റെ വാതിലും വരാറുള്ള ചെറുപ്പക്കാരനാണ്. ഇപ്പൊ ഇടക്കിടക്ക് വിളിക്കുമ്പോ പറയും വാതിൽ പങ്കെടുക്കാൻ, റമദാന്റെ ആ സദസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ വലിയ വിഷമം എന്നിടക്ക് വിളിച്ചു പറയാറുണ്ട്. ലണ്ടനിൽ പോയപ്പോഴും ഈ വാലും ദുആയും സദസ്സുമൊക്കെ ആലോചിച്ചിരിക്കുന്ന നല്ല ഒരു ചെറുപ്പക്കാരൻ. അവന്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ വളരെ മോശമായി ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷെ അവിടെയും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരൻ അള്ളാഹു അർശിന്റെ തണൽ ലഭിക്കുന്ന പുത്തരിൽ അള്ളാഹു ആ സഹോദരൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. 14 വയസ്സുള്ള മകന്റെ രക്തത്തിൽ അണുക്കൾ കാരണം രക്തം കട്ട പിടിച്ചു പോവുകയാണ്. ആ രോഗം പൂർണ്ണമായി മാറിക്കിട്ടാൻ ദുആ ചെയ്യണം. അവരെ നടക്കേണ്ട ഇഞ്ചക്ഷൻ മാസത്തിൽ 18,000 റുപ്യ വേണം. അത് തന്ന് സഹായിക്കുന്ന KMCC സംഘടനയ്ക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അവർക്ക് ആരോഗ്യവും ആഫിയത്തും ഉണ്ടാവാൻ വേണ്ടിയും ദുആ ചെയ്യണം എന്ന് ഒരു സഹോദരി എഴുതി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അർഹമർ റഹീമീനായ അല്ലാഹ്, കുഞ്ഞുമോന്റെ രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. സ്വനെ രക്തം തന്നത് നീയാണ് അല്ലാഹ്. അണ്ടകടാഹത്തിന്റെ ബാലൻസ് പോലും നീ നിലനിർത്തുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ റബ്ബേ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ലി സദസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം കൊണ്ട് അല്ലാഹുവേ ആ രക്തത്തിന് എന്ത് പ്രയാസമാണുള്ളതെങ്കിലും ആ രക്തത്തിന് ആ പ്രയാസം നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ. കുഞ്ഞുമോന്റെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു കവർ കിട്ടിയിട്ടുണ്ടാവും. ഇതേപോലെ ഒരു കവർ നിങ്ങൾക്കൊക്കെ കിട്ടി.